തൻ്റെ ജീവിതത്തെ ഓർത്ത് കാട് കയറുന്ന ആലോചനകൾ. ദിവസങ്ങൾ മുന്നോട്ടു പോകുന്തോറും താനെന്ന പെണ്ണിൽ എല്ലാ അർത്ഥത്തിലും സ്ഥാനം ഉറപ്പിക്കുന്ന അവൻ്റെ പ്രവൃത്തികൾ. അവനോട് അകലണോ അടുക്കണോ എന്നറിയാതെ അവളുടെ ഹൃദയം വലഞ്ഞുപോയി. ആരെയും നോക്കാതെ ഒന്നും മിണ്ടാതെ അടുക്കളയിൽ വന്ന് ചൂലെടുത്ത് മുകളിലേക്ക് തന്നെ കയറിപ്പോകുന്ന യാമിയെ കാണെ അജു ഒഴികെ അവിടെ എല്ലാവരുടെയും മനസ്സും ഒരു നിസ്സഹായതയുടെ സഹതാപം പേറി. സച്ചുവിൻ്റെ ബൈക്ക് ചിറക്കലെ കാർപോച്ചിലേക്ക് നിന്നതും അവർ വന്നതറിഞ്ഞ് ശേഖരനും അഭിയും അനിയും എല്ലാം എഴുന്നേറ്റ് സിറ്റൗട്ടിലേക്ക് ചെന്നു. അത്ര താല്പര്യം ഇല്ലെങ്കിൽ കൂടി അവർക്ക് പിന്നാലെ അജു. ഇന്നുവരെ ഇല്ലാത്ത അത്രയും തെളിച്ചമുള്ള ഒരു ചിരിയോടെയാണ് അൻവി തൻ്റെ അച്ഛനെയും സഹോദരങ്ങളെയും നോക്കി ഇന്ന് പുഞ്ചിരിച്ചത്. ആഗ്രഹിച്ച ജീവിതം കൈവന്നതിലുള്ള അവരുടെ സന്തോഷം അതാ മുഖത്ത് നിന്ന് തന്നെ വായിച്ചെടുക്കാം. വാ, അകത്തേക്ക് വാ. ഇത്രയും അടുത്തായിട്ട് കൂടി ഇപ്പോഴാണോ സച്ചു വരുന്നത്? ഇത്തിരി നേരത്തെയൊക്കെ വന്നൂടടോ. സച്ചുവിന് നേർക്ക് കൈ നീട്ടിക്കൊണ്ട് ആനി ഒരു ചിരിയോടെ അവനോട് ചോദിച്ചു. നേരത്തെ ഇറങ്ങാൻ നിന്നതായിരുന്നു. ഒരു അർജൻറ്റ് കോൾ വന്നു. ടൈം പോയത് അറിഞ്ഞില്ല. സച്ചു ഒരു ചിരിയോടെ തന്നെ അനിക്ക് മറുപടി കൊടുത്തു കണ്ട് അകത്തേക്ക് കയറി. രാജശേഖരനെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുകയല്ലാതെ ഇന്നുവരെ നേർക്കുന്ന സൗമ്യമായി സംസാരിച്ചിട്ടില്ലാത്തതുകൊണ്ട് അക്കാര്യത്തിൽ സച്ചുവിനൊരു മടിയുണ്ട്. കുഞ്ഞോൾ പക്ഷേ ആദ്യം അഭിയൊന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് പിന്നെ നേരെ അച്ഛൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. ശേഖരൻ്റെ മുഖം തെളിയാൻ അവളുടെ ആ ചേർന്നു നിൽക്കൽ മാത്രം മതിയായിരുന്നു. ഇട്ടുമൂടാനുള്ള സ്വർണം നൽകിയാണ് അവളെ സച്ചുവിൻ്റെ കൂടെ അയച്ചതെങ്കിലും എപ്പോഴത്തെയും പോലെ കാതിലും കഴുത്തിലുമൊക്കെ നന്നേ നേർത്ത ചില ആഭരണങ്ങൾ മാത്രമാണ് അവളുടെ ദേഹത്തുള്ളത്. നല്ല കട്ടിയിൽ നെറുകയിൽ അണിഞ്ഞ സിന്ദൂരവും കഴുത്തിൽ കിടക്കുന്ന താലിയുമാണ് അവളിൽ ഒരു പുതുമ വാണവാട്ടിയുടെ തിളക്കമേകുന്നത്. ശിവ മീറ്റിംഗ് കഴിഞ്ഞ് വന്നില്ലേ? തങ്ങൾക്ക് ചുറ്റും ആ വീട്ടിലെ എല്ലാവരെയും കാണുന്നുണ്ട്. അടുക്കളയിൽ നിന്ന് സരസ്വതിയമ്മ വരെ ചിരിയോടെ അവരെ രണ്ടുപേരെയും നോക്കി നിൽക്കുന്നുണ്ട്. പക്ഷേ യാമിയും ശിവയും മാത്രമില്ലെന്ന് കാണി സച്ചു അനിയെ നോക്കി മെല്ലെ ചോദിച്ചു. അവൻ റൂമിലുണ്ട്. നിങ്ങൾ വന്നത് അറിഞ്ഞു കാണില്ല. അതാ. ആനി അച്ഛനെ ഒന്ന് ഇടങ്ങണ്ണിട്ട് നോക്കി ഒരു ചിരിയോടെ തന്നെ സച്ചുവിനോട് പറഞ്ഞു. റൂമിന് മുന്നിൽ ചിതറിക്കിടന്ന ചില്ല് കഷ്ണങ്ങൾ അടിച്ചു വരുന്ന യാമിയെ കണ്ടുകൊണ്ടാണ് ശിവ കുളി കഴിഞ്ഞ് വേഷം മാറി റൂമിന് പുറത്തേക്ക് വരുന്നത്. റൂമിൽ നിന്നിറങ്ങി വരുന്നവനെ കണ്ടതും യാമി അവനെ നോക്കി ശരിക്കൊന്ന് കണ്ണുരുട്ടിക്കൊണ്ട് അവളുടെ ജോലി തുടർന്നു. അത് കാണെ ശിവ കുഞ്ഞൊരു ചിരിയോടെ ഹാളിലേക്കൊന്ന് എത്തി നോക്കി. എല്ലാവരും അവിടെ മരുമകനെയും മരുമകളെയും സ്വീകരിക്കുന്ന തിരക്കിലാണെന്ന് കണ്ടതും അവൻ അടുത്ത നിമിഷം തന്നെ അവൾക്കടുത്തേക്ക് കുനിഞ്ഞ് അതിവേഗത്തിൽ അവളുടെ കവിളിൽ ഒരു മുത്തം കൊടുത്തുകൊണ്ട് അവൻ താഴേക്കുള്ള പടികൾ ഇറങ്ങി. കയ്യിലുള്ള ചൂര് വെച്ചൊരേറ് കൊടുക്കാനാണ് യാമിക്ക് തോന്നിയതെങ്കിലും അതിനു മുന്നേ അവൻ താഴേക്ക് നടന്നു കഴിഞ്ഞിരുന്നു. അവന് പിന്നാലെ തന്നെ യാമിയും ഇറങ്ങി. ഏട്ടാ. ശിവയെ കണ്ടതും കുഞ്ഞോളൊരു ചിരിയോടെ ശേഖരൻ്റെ അരികിൽ നിന്നും അവൻ്റെ അടുത്തേക്ക് ചെന്നു. നീ ഇപ്പോൾ വന്നതേ ഉള്ളൂ. അവർക്കിടയിൽ നിന്നുള്ള തൻ്റെ വീർപ്പുമുട്ടലിനെ ആക്കാൻ കിട്ടിയതുപോലെ സച്ചുവും ഒരു ചോദ്യത്തോടെ അവൻ്റെ അടുത്തേക്ക് വന്നു. ഇല്ലടാ, കുറച്ച് നേരമായി. നിങ്ങളിപ്പോൾ വന്നതല്ലേ ഉള്ളൂ. ശിവ അവിടെ ഇരിക്കുന്ന മറ്റാരെയും നോക്കാതെ സച്ചുവിനോടായി ചോദിക്കെ സച്ചുവിൻ്റെ നോട്ടം ശിവയ്ക്ക് പിന്നിലായി ചില്ലു കഷ്ണങ്ങൾ പൊറുക്കി കൂട്ടി അതുമായി വരുന്ന യാമിയിലേക്ക് നീണ്ടു. ഇതെന്ത് പറ്റി? ഗ്ലാസ് പൊട്ടിയോ? ശിവയോട് ചേർന്ന് നിന്ന കുഞ്ഞോളൊരു സംശയത്തോടെ ചോദിച്ചു. യാമി അവളെ നോക്കി മെല്ലെ ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് മോളെ. ചായ എടുത്തു വെക്കട്ടെ സുഭദ്രാമേ? സരസ്വതിയമ്മ അടുക്കള വാതിൽക്കൽ നിന്ന് വിളിച്ചു ചോദിച്ചു. സച്ചുവേട്ടൻ എന്തേ ഇരിക്കാത്തത്? ശിവയ്ക്ക് അടുത്ത് നിൽക്കുന്ന സച്ചുവിനെ നോക്കി യാമി ചിരിയോടെ ചോദിക്കുമ്പോൾ സച്ചുവിൻ്റെ കണ്ണുകൾ ശിവയുടെ നേർക്കായിരുന്നു. ഇരിക്കായിരുന്നു. ഇപ്പോഴേ ഇവനെ കണ്ടപ്പോൾ എഴുന്നേറ്റേ ഉള്ളൂ. യാമി ഇന്ന് ഓഫീസിൽ പോയിരുന്നോ? സച്ചു അവളെ നോക്കി വെറുതെ വിശേഷം തിരക്കി. ഏയ് ഇല്ല, ഞാനിതൊന്ന് പുറത്തു കൊണ്ടുപോയി കളഞ്ഞിട്ട് വരാം. നിങ്ങളിരിക്കും. അടുത്ത് നിൽക്കുന്ന ശിവ അവളെയോ അവൾ ശിവയെയോ കണ്ട ഭാവമേ ഇല്ലാത്ത പോലെയുള്ള നിൽപ്പും സംസാരവും ഒക്കെ കാണെ അവരുടെ ബന്ധം ഒരിക്കലും മുന്നോട്ട് പോകേണ്ടതല്ല എന്ന് തോന്നിക്കൊണ്ടേയിരുന്നു സച്ചുവിന്. മക്കളിരിക്ക്, ബാക്കി സംസാരമൊക്കെ ചായ കുടിച്ചു കൊണ്ടാവാം. വാ ശിവ, നീ കൂടി ഇരിക്ക്. സുഭദ്രാമ്മ സച്ചുവിനെ നോക്കി സ്നേഹത്തോടെ പറഞ്ഞുകൊണ്ട് ചായ കുടിക്കാനായി ക്ഷണിച്ചു. എനിക്ക് വേണ്ട, നിങ്ങൾ കഴിക്ക്. ശിവ ഒരു ഒഴുക്കൻ മട്ടിൽ ആരെയും നോക്കാതെ പറഞ്ഞു. വാ ഏട്ടാ. കുഞ്ഞോൾ അവനെ നോക്കി അത് സമ്മതിച്ചു കൊടുക്കാതെ പിന്നെയും ക്ഷണിച്ചു. എനിക്ക് ശബ്ദം ഇത്തിരി കടുപ്പിച്ച് വീണ്ടും വേണ്ടെന്ന് പറയുന്നവനെ അത് മുഴുമിക്കാൻ സമ്മതിപ്പിക്കാതെ കൈപിടിച്ച് തൻ്റെ കൂടെ കൊണ്ട് വന്നിരുത്തി സച്ചു. പലവിധം പലഹാരങ്ങളാൽ ഡൈനിങ് ടേബിളിൽ നിറഞ്ഞു. യാമിയും താനും സരസ്വതിയമ്മയും കൂടെ ഓരോന്നും അവർക്ക് മുന്നിലേക്ക് കൊണ്ടുവെക്കുമ്പോൾ ശേഖരൻ്റെ കണ്ണുകൾ അറിയാതെ യാമിയെ നിരീക്ഷിച്ചു. താൻ കാരണം, തൻ്റെ മകൻ കാരണം ആ കുട്ടിയുടെ ജീവിതം കൂടുതൽ ദുഃഖകരമാണോ എന്നൊരു വീർപ്പുമുട്ടൽ ശേഖരൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നു. നാളെ എങ്ങോട്ട് പോവാനാ സച്ചുവേട്ടാ പ്ലാൻ? ചായ കുടിച്ചുകൊണ്ടിരിക്കെ ആരും ഒന്നും മിണ്ടുന്നില്ലെന്ന് കാണെ യാമി നേർത്തൊരു ചിരിയോടെ സച്ചുവിനോട് ചോദിച്ചു. അങ്ങനെ ഇങ്ങോട്ടേക്ക് എന്നൊന്നും തീരുമാനിച്ചിട്ടില്ല യാമി. വാഗമൺ പോയാലോ എന്ന് ആലോചിക്കുന്നത്. ഒത്തിരി ദിവസമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പം അതൊക്കെ നടക്കും.
സച്ചു അവളെ നോക്കി ചിരിയോടെ മറുപടി പറയുമ്പോൾ കുഞ്ഞോളുടെ മുഖം നേരിയ ചുവപ്പിൽ മുങ്ങിപ്പോയി. ഏതായാലും ഒരാഴ്ചത്തെ ലീവ് എടുക്കല്ലേ, അപ്പോൾ അതിൻ്റെ കൂടെ ഒരാഴ്ചത്തെ ലീവ് കൂടി എടുത്ത് വിദേശത്ത് എവിടെയെങ്കിലും പോയി വന്നൂടെ രണ്ടാൾക്കും? തീരെ താല്പര്യമില്ലാത്തൊരു ഭാവത്തിൽ, എന്നാൽ പ്രത്യേകം ഒരു ദേഷ്യമോ വിദ്വേഷമോ ഇല്ലാത്തൊരു ചോദ്യത്തോടെ താനും അവരെ നോക്കി. ഇല്ല, അടുത്ത ആഴ്ച എന്തായാലും ലീവാക്കാൻ പറ്റില്ല, ഒരു കേസുണ്ട് അതാ. തൻ്റെ ഗ്ലാസ്സിലേക്ക് മാത്രം ചായ ഒഴിച്ച് തന്ന യാമി ശ്രദ്ധിക്കെ അരികിലിരിക്കുന്ന ശിവയുടെ ഗ്ലാസ്സിലേക്ക് ചായ പകർന്നുകൊണ്ട് സച്ചു പറഞ്ഞു. അപ്പോൾ സച്ചുവിന് കോടതിയിൽ കേസൊക്കെ കിട്ടാറുണ്ടോ? അജു ഒരു പരിഹാസഭാവത്തിൽ, എന്നാൽ മറ്റാർക്കും അത് വ്യക്തമാവാത്ത വിധം സംശയഭാവത്തിൽ ചോദിച്ചു. അങ്ങനെ എപ്പോഴും ഒന്നും ഇല്ല, വല്ലപ്പോഴും ഒക്കെ 1-2 കേസ് കിട്ടും. അജുവിൻ്റെ ചോദ്യത്തിന് ശിവ എന്തോ മറുപടി പറയാൻ തുനിഞ്ഞതും സച്ചു അവൻ്റെ കയ്യിൽ പിടിച്ചത് തടഞ്ഞുകൊണ്ടൊരു ചിരിയോടെ പറഞ്ഞു. സച്ചു ഹൈക്കോർട്ടിലല്ലേ, അവിടെ ഏത് വക്കീലിൻ്റെ കീഴിലാ? ആനി സ്വാഭാവികമായി തിരുക്കി. ആളെ പറഞ്ഞ അനിയേട്ടൻ അറിയും, നിങ്ങളുടെ ആളാ, രാമകൃഷ്ണൻ വക്കീൽ. 1.5 മാസം മുമ്പ് വരെ ആളുടെ കീഴിലായിരുന്നു. ഇപ്പോൾ കമ്പനിയിലേക്ക് മാറിയതിൽ പിന്നെ ഇല്ല. മുറുകെ പിടിച്ച് ശിവയുടെ കൈ അയക്കാതെ തന്നെ സച്ചു പറഞ്ഞു. രാമകൃഷ്ണൻ വക്കീലോ? ആളുടെ ജൂനിയർ ആയിരുന്നു സച്ചു. അബി ഒരു അതിശയത്തോടെ സച്ചുവിനെ നോക്കി ചോദിച്ചു. അബിയുടെ മുഖത്തെ അതേ അതിശയം തന്നെ ശേഖരനടക്കം അനിക്കും അജുവിനും ഒക്കെയുണ്ട്. സച്ചു മെല്ലെ ഒന്ന് മൂളിക്കൊണ്ട് ശേഖരനെ നോക്കി. ശേഖരൻ്റെ കണ്ണുകൾ തന്നിലാണെന്ന് കണ്ടതും അതേ നിമിഷം തന്നെ നോട്ടം മാറ്റുകയും ചെയ്തു അവൻ. അവിടുന്ന് ഒഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ ഏതാ നെക്സ്റ്റ് വീക്ക് കേസുണ്ടെന്ന് പറഞ്ഞത്? ചുമ്മാ അങ്ങ് തള്ളുവാ. സച്ചുവിനെ നോക്കി അജു കാര്യഭാവത്തിൽ ചോദിക്കുമ്പോൾ മനസ്സിൽ പറഞ്ഞതാണ് ആ അവസാന വാക്കുകൾ. രാമകൃഷ്ണൻ സാറിൻ്റെ മകളുടെ മകൻ്റെ നൂലുകെട്ടോ മറ്റോ ആണ് അടുത്ത ആഴ്ച. സാറിന് പകരം ഞാനാ. സച്ചു വലിയ താല്പര്യമില്ലാതെ അവന് മറുപടി കൊടുത്തുകൊണ്ട് കോഫി കപ്പ് ചുണ്ടോട് ചേർത്തു. ഓ അങ്ങനെ. അജു ചിരിയോടെ മെല്ലെയൊന്ന് മൂളി. സച്ചു പറഞ്ഞതെല്ലാം ശേഖരൻ ശ്രദ്ധയോടെ കേട്ടിരുന്നതല്ലാതെ അവനോട് പ്രത്യേകമായൊരു ചോദ്യമോ വിശേഷം ചോദിക്കലോ ഉണ്ടായില്ല. ഒരിക്കൽ തൻ്റെ മകളെ താലി കെട്ടാനുള്ള യോഗ്യതയൊന്നും നിനക്കില്ലെന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചതിൻ്റെ ഒരു വല്ലായ്മ അയാളുടെ മനസ്സിലുണ്ട്. നീ എണീറ്റ് വാ. ഒരുമാതിരി ചോദ്യോത്തര പരിപാടി പോലെ മുന്നോട്ട് പോകുന്ന ഇരിപ്പും ചായകുടിയും സഹിക്കാനാവാതെ ശിവ സച്ചുൻ്റെ കൈ പിടിച്ച് മുകളിലെ നിലയിലേക്ക് നടന്നു. അവനിപ്പോഴും പഴയ പോലെ തന്നെയാ. രുദ്രനെ മാത്രം മതി. വെറുതെ അവൻ വരുന്നു എന്ന് പറഞ്ഞ് ഓഫീസും കളഞ്ഞിവിടെ ഇരുന്ന നമ്മളെ പറഞ്ഞാൽ മതി. സച്ചും ശിവയും മേലെ റൂമിലേക്ക് പോയതിന് പിന്നാലെ ശേഖരൻ അയാളുടെ റൂമിലേക്ക് പോയതും അജു ആരോടൊന്നില്ലാതെ പറഞ്ഞുകൊണ്ട് അവൻ്റെ റൂമിലേക്ക് നടന്നു. അവന് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കട്ടോ കുഞ്ഞോളെ, ഒരു കുറവും വരരുത്. അനി എഴുന്നേറ്റ് കുഞ്ഞോളെ ഒന്ന് തലോടിക്കൊണ്ട് അവൻ്റെ റൂമിലേക്ക് നടന്നു. നിനക്ക് ഇഷ്ടമുള്ള സ്ഥലം ഏതാന്ന് പറ, വേണ്ടതൊക്കെ ഞാൻ ചെയ്തോളാം. 7 ദിവസമെങ്കിൽ 7 ദിവസം, എവിടെയെന്ന് വെച്ചാൽ രണ്ടാളും പോയി അടിച്ചു പൊളിച്ചു വാ. അബി എഴുന്നേറ്റ് കുഞ്ഞോളുടെ അടുത്തേക്ക് വന്ന അവളോട് സ്നേഹത്തോടെ പറഞ്ഞു. ഏയ് അതൊന്നും വേണ്ടേട്ടാ, സച്ചുവേട്ടൻ പറഞ്ഞിടത്തേക്ക് തന്നെ പോയാൽ മതി, എനിക്കും അതാ ഇഷ്ടം. കുഞ്ഞോളൊരു ചിരിയോടെ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. സച്ചു സമ്മതിക്കില്ലെന്ന് കരുതിയാണോ? ആണെങ്കിൽ ഏട്ടൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം, നീ നിൻ്റെ ആഗ്രഹം പറഞ്ഞു. അബി പിന്നെയും പറഞ്ഞു നോക്കിയെങ്കിലും കുഞ്ഞോളത് സ്നേഹത്തോടെ നിരസിച്ചു. അവരവിടെ ബാൽക്കണിയിൽ ഇരിക്കാവില്ലേ കുഞ്ഞോളെ, നീ ഇതിന്ന് സച്ചുനെന്ത് ഇഷ്ടമെന്ന് വെച്ചാൽ അതങ്ങടുത്ത് ചെല്ല്, അവർ കഴിച്ചോളും. മോളെ യാമി, ഇതൊക്കെ ഒന്ന് അങ്ങോട്ട് കൊണ്ടുവച്ച് കൊടുത്തേ. സുഭദ്രാമ കുഞ്ഞോളെ നോക്കി പറയുന്നതിനോടൊപ്പം യാമിയോട് കൂടി പറഞ്ഞു. 2 പ്ലേറ്റിലെ പലഹാരങ്ങൾ എടുത്ത് കുഞ്ഞോൾ മുകളിലേക്കുള്ള പടികൾ കയറിയതും യാമിയും 2 പ്ലേറ്റിലുള്ള പലഹാരങ്ങൾ എടുത്ത് കുഞ്ഞോൾക്ക് പിന്നാലെ നടന്നു. സുഭദ്രാമ പറഞ്ഞതുപോലെ അവിടെ ഹാളിലെ ബാൽക്കണിയിൽ കാറ്റും കൊണ്ടിരിക്കുകയാണ് രണ്ടാളും. കയ്യിലെ പ്ലേറ്റ് അവർക്ക് മുന്നിൽ വെച്ചുകൊണ്ട് കുഞ്ഞോൾ മെല്ലെ സച്ചുൻ്റെ അടുത്തേക്ക് ഇരുന്നപ്പോൾ യാമി അവളുടെ കയ്യിലെ പ്ലേറ്റ് രണ്ടും അവിടെ വരച്ചൊരക്ഷരം മിണ്ടാതെ തിരിഞ്ഞു നടന്നു. യാമി ഇരിക്കടോ, സച്ചു ഒരു ചിരിയോടെ അവളെ വിളിച്ചു. ഓ വേണ്ട സച്ചു ഏട്ടാ, ഞാനിവിടെ ഇരുന്ന ചിലർക്ക് പ്ലേറ്റും ഗ്ലാസ്സും ഒക്കെ നിലത്തെറിഞ്ഞ് പൊട്ടിക്കാൻ തോന്നും. വെറുതെ എന്തിനാ ഒരു പൊട്ടിത്തെറി, നിങ്ങളിരുന്ന് സംസാരിക്ക്. യാമി തിരിഞ്ഞു നോക്കാതെ പറഞ്ഞുകൊണ്ട് താഴേക്ക് ഇറങ്ങിയതും കണ്ണുകൾ അടച്ചൊരു ഭാവമാറ്റവുമില്ലാതെ കിടന്നു ശിവ. അതെന്താടാ അവൾ അങ്ങനെ പറഞ്ഞ്? സച്ചു സംശയത്തോടെ ശിവയെ നോക്കി. ആ എനിക്കറിയില്ല, ശിവ അലസമായി മറുപടി പറഞ്ഞു. ചുമ്മാതെയാ സച്ചുവേട്ടാ, നേരത്തെ ആ പൊട്ടിയ ഗ്ലാസ് അത് ഏട്ടനാവും പൊട്ടിച്ചത്, അതാ യാമി അങ്ങനെ പറഞ്ഞത്. അല്ലേട്ടാ സത്യം പറ. കുഞ്ഞോളൊരു ചോദ്യത്തോടെ ഏട്ടനെ നോക്കി. ആണോടാ? സച്ചും അതേ സംശയത്തോടെ അവനെ നോക്കി. ശിവയൊന്നും മറുപടി പറയാതെ അവിടെ ആ കസേരയിൽ ചാഞ്ഞിരുന്നു. കണ്ടോ, മിണ്ടുന്നില്ലല്ലോ. ഏട്ടൻ തന്നെയാണ് പൊട്ടിച്ചത്. യാമയോട് ദേഷ്യപ്പെട്ട് പൊട്ടിച്ചതാവും. കഷ്ടമുണ്ട് കേട്ടോ ഏട്ട, യാമി എന്തിനാ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? കുഞ്ഞോളൊരു പരിഭവത്തോടെ ശിവയെ പിടിച്ചു കുലുക്കി ചോദിച്ചു. വേദനിപ്പിക്കാനായി ആരെയും എൻ്റെ ജീവിതത്തിലേക്ക് ഇട്ട് തരേണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഇവിടെ ആരും കേട്ടില്ലല്ലോ.
എൻ്റെ ലൈഫിൽ കയറി അച്ഛനും അമ്മയും കളിക്കാൻ നിൽക്കണ്ടെന്ന് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞതാ ഞാൻ. അത് അംഗീകരിക്കാൻ വൈകിയെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. കുഞ്ഞോളെ നോക്കി വല്ലാത്തൊരു ഗൗരവത്തോടെ അവൻ പറഞ്ഞു. അച്ഛനോടുള്ള ദേഷ്യം ഏട്ടൻ യാമയോട് കാണിക്കുന്നത് മുഴുവൻ എനിക്ക് മനസ്സിലാവുന്നുണ്ടത്. പക്ഷേ അച്ഛനോട് എന്തിനായിട്ടാ ഈ ദേഷ്യം? നമ്മുടെ അച്ഛന്. കുഞ്ഞോളെ വേണ്ട, നീ ചെല്ല്. ഞാൻ എനിക്ക് തോന്നിയതുപോലെ ജീവിക്കൂ. അച്ഛനായാലും ശരി, ഇനി അങ്ങനെ അല്ലേലും ശരി, ആർക്ക് വേണ്ടിയും എൻ്റെ ജീവിതത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഞാൻ ചെയ്യില്ല. കുഞ്ഞോളൊരു വിഷമത്തോടെ പറഞ്ഞു വന്നതും ശിവ നുരഞ്ഞു പൊന്തിയൊരു ദേഷ്യത്തോടെ അവളെ പറഞ്ഞുകൊണ്ട് പറയെ കുഞ്ഞോളെ കണ്ണുകൾ നിറഞ്ഞുപോയി. വെറുതെ കണ്ണ് നിറയ്ക്കാതെ. ഇവൻ്റെ ഈ സ്വഭാവം ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതൊന്നും അല്ലല്ലോ നീ. എൻ്റെ മോൾ ചെന്ന് വേഷമൊക്കെ മാറ്. എന്നിട്ട് എനിക്ക് മാറിയെടുക്കാൻ ഒരു മുണ്ട് കൂടി എടുത്തു വെക്ക്. ഞാനിപ്പോൾ വരാം. സച്ചു പെട്ടെന്ന് എഴുന്നേറ്റ് കുഞ്ഞോളെ ചേർത്ത് പിടിച്ചു ആശ്വസിപ്പിച്ചുകൊണ്ട് അവളെ മെല്ലെ റൂമിലേക്ക് അയച്ചു. ഇനിയും എത്ര കാലാടാ നീ ഈ ദേഷ്യം കൊണ്ട് നടക്കുന്നേ? വർഷം കുറേ ആയില്ലേ, ക്ഷമിച്ചൂടെ? കുഞ്ഞോൾ അവിടെ നിന്ന് പോയതും സച്ചു ഒരു നിശ്വാസത്തോടെ ശിവയുടെ അരികിലേക്ക് ഇരുന്ന് ചോദിച്ചു. ശിവ ഒന്നും മിണ്ടാതെ മറ്റിങ്ങ് നോക്കിയിരുന്നു. ഡാ, സച്ചു വല്ലായ്മയോടെ അവൻ്റെ തോളിൽ കഴിവെച്ചു. നീ വേറെ എന്തെങ്കിലും പറ സച്ചു, ഇല്ല എണീറ്റ് പോ. ശിവ ദേഷ്യം മാറാതെ മുരണ്ടു. ശരി, ഞാനിതൊന്നും പറയുന്നില്ല. നീ ഇത് പറ, നേരത്തെ ആ ക്ലാസ് അത് നീ അമ്മയോട് ദേഷ്യപ്പെട്ട് എറിഞ്ഞതാണോ? സച്ചു ഒരു ചോദ്യത്തോടെ അവൻ്റെ അരികിലേക്കിരുന്നു. ആണെങ്കിൽ? ശിവ അവൻ്റെ കണ്ണിലേക്ക് നോക്കി ചോദിച്ചു. ഡാ, നീ എന്തിനാ അച്ഛനോടുള്ള ദേഷ്യം അവളോട് തീർക്കുന്നേ? അവളെന്ത് പിഴച്ചു? സച്ചു വല്ലാത്തൊരു നെടുവീർപ്പോടെ ചോദിച്ചു പോയി. അവളോട് എനിക്കൊരു ദേഷ്യമില്ല. പക്ഷേ അവളെ ഞാൻ ഭാര്യയായി അംഗീകരിക്കണമെന്നത് എൻ്റെ അച്ഛൻ രാജശേഖരൻ്റെ കൽപ്പനയായിപ്പോയി. അതാണ് എൻ്റെ പ്രശ്നം. ശിവ വല്ലാത്തൊരു ദേഷ്യത്തോടെ പറഞ്ഞു. ഡാ, നിനക്ക് ദേഷ്യം അച്ഛനോടല്ലേ, അതെന്തിനാ അവളോട് കാണിക്കുന്നത്? സച്ചു ചൂടിയോടെ അവൻ്റെ കവളിൽ തൂണ്ടി. അവളോട് ഞാൻ ദേഷ്യം കാണിക്കുന്നുണ്ടെങ്കിൽ അത് ചിരക്കൽ രാജശേഖരൻ്റെ മകനല്ല ഞാനെന്ന് ഓരോ നിമിഷവും അയാളെ ഓർമ്മപ്പെടുത്തുന്നതാണ്. അവൻ്റെ കണ്ണുകൾ ചുവന്നെരിഞ്ഞു. ദേഷ്യമാണോ വെറുപ്പാണോ അതോ ഈ ജന്മം മുഴുവൻ നിലനിൽക്കുന്ന തൻ്റെ അച്ഛനോടുള്ള പരിഭവമാണോ നെഞ്ചിൽ നിറഞ്ഞു നിൽക്കുന്നതെന്ന് അവന് പോലും തിരിച്ചറിയാൻ സാധിച്ചില്ല. അപ്പോൾ നീ അമ്മയെ ഒരിക്കലും നിന്റെ ഭാര്യയായി അംഗീകരിക്കില്ല അല്ലേ? സച്ചു വല്ലാത്തൊരു നൊമ്പരത്തോടെ അവനെ നോക്കി ചോദിച്ചു. ആ ചോദ്യം ശിവയുടെ ഹൃദയത്തെ വല്ലാത്തൊരു പിരിമുറുക്കത്തിലാഴ്ത്തി. ഈ ലോകത്ത് ആരെയൊക്കെ നഷ്ടപ്പെടേണ്ടി വന്നാലും അവൾ ഒരുത്തി തൻ്റെ കൂടെ വേണം എന്നവൻ്റെ ഹൃദയം അവളോടുള്ള അടങ്ങാത്ത പ്രണയത്തിൽ മോഹം കൊള്ളുമ്പോഴും സച്ചുവിന് മുന്നിൽ അവനില്ലെന്ന് തന്നെ തലയണക്കി. ഡാ, ശരിക്കും നിനക്ക് അവളോടൊരു ഫീലിങ്സും ഇന്നേ വരെ തോന്നിയിട്ടില്ലേ? സച്ചു ഒരു ദയനീയ ഭാവത്തോടെ ചോദിച്ചു. ആ ചോദ്യം ചോദിക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ ശിവയെ അവൻ പോലും അറിയാതെ പ്രണയിക്കുന്ന യാമയുടെ മുഖമായിരുന്നു. എന്തോ അവളെപ്പോലെ തൻ്റെ കൂട്ടുകാരനെ സ്നേഹിക്കാൻ അവന് കൂട്ടാവാൻ മറ്റൊരു പെണ്ണിനും കഴിയില്ലെന്നൊരു തോന്നൽ. ശിവ മറുപടി പറയാതെ കണ്ണുകൾ അടച്ചു കിടന്നു. പ്രണയം അറിഞ്ഞിട്ടില്ലാത്ത തൻ്റെ ഹൃദയത്തിലേക്കൊരു കൊടുങ്കാറ്റ് പോലെ ഇടിച്ചു കയറി വന്നവൾ. താൻ അവൾക്ക് എത്രയൊക്കെ കണ്ണീര് സമ്മാനിച്ചിട്ടും അകന്നു മാറാൻ ശ്രമിച്ചിട്ടും പ്രണയചേഷ്ടകളുടെ പ്രകടനമില്ലാതെ തന്നോട് വഴക്കിട്ടും തല്ലുകൂടിയും തൻ്റെ നെഞ്ചിൽ സ്ഥാനം ഉറപ്പിച്ചവൾ. ഇന്നവളെ കാണുന്ന ഓരോ നിമിഷവും തൻ്റെ ഹൃദയം തുടികൊട്ടുന്നത് ആ പെണ്ണിനെ ഈ നെഞ്ചിലേക്ക് അടക്കാനാണ്. അനുവാദമില്ലാതെ കവർന്നെടുത്ത ആദരങ്ങളുടെ രുചി മരിച്ചാലും മരക്കില്ലെന്ന പോലെ നാവിൻ തുമ്പിലോറുന്നു. അവളിലേക്ക് കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലാനുള്ള മോഹം അതൊരു സാഗരം പോലെ ഹൃദയത്തിൽ അലയടിച്ചു കൊണ്ടിരുന്നു. എടാ, നിന്നോട് ചോദിച്ചത് പറ, നിനക്ക് അവളോട് ഇന്ന് വരെ ഒരു ഫീലിങ്സും തോന്നിയിട്ടില്ലേ? മറുപടി പറയാതെ കണ്ണടച്ച് കിടക്കുന്നവനെ മെല്ലെ ഒന്ന് കുലുക്കിക്കൊണ്ട് സച്ചു വീണ്ടും ചോദിച്ചു. ഇല്ലെന്ന് തന്നോട് ഇത് എത്ര തവണ പറയണം? എനിക്ക് അവളോടൊരു പിണ്ണാക്കും തോന്നിയിട്ടില്ല. ശിവ കണ്ണു തുറന്നൊരു കൂർത്തു നോട്ടത്തോടെ അവനോട് പറഞ്ഞു. സച്ചു ഒരു നെടുവീർപ്പോടെ അവനെ നോക്കിയിരുന്നു. ഇതിൽ കൂടുതൽ അവനോട് സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് തോന്നിയത് കൊണ്ട് തന്നെ യാമിയെക്കുറിച്ചുള്ള സംസാരം അവിടെ നിർത്തി. രാത്രി എല്ലാവർക്കും ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാനായി ശിവയെ സച്ചു തന്നെ നിർബന്ധിച്ചു കൂടെ കൂട്ടി. ശേഖരൻ ഇരിക്കുന്നതിനടുത്തുള്ള കസേരയിൽ ഇരിക്കേണ്ടിയിരുന്നവൻ സച്ചുവിനെ പിടിച്ച് അങ്ങോട്ട് ഇരുത്തിക്കൊണ്ടുന്നത് കണ്ടതും വർഷങ്ങൾക്ക് മുന്നേ അച്ഛനടുത്തുള്ള കസേരയിൽ ഇരിക്കാൻ സഹോദരങ്ങളോടും അമ്മയോടും വാശി പിടിച്ചിരുന്നൊരു കുട്ടിയെ ഓർത്തുപോയി എല്ലാവരും. നാളുകൾക്ക് ശേഷമാണ് തൻ്റെ മകൻ തനിക്കൊപ്പം ഇരുന്ന് എന്തെങ്കിലും കഴിക്കുന്നതെന്ന് ശേഖരൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ അച്ഛൻ്റെ കണ്ണുകൾ അത്രയും വാത്സല്യത്തോടെ അവനെ നോക്കി. മറ്റാരും അത് ശ്രദ്ധിച്ചില്ലെങ്കിലും സുഭദ്രാമയും യാമയും സച്ചുവും അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നടന്ന ആ ബഹളത്തിന് ശേഷം യാമി പിന്നെ റൂമിലേക്കോ ശിവയുടെ അടുത്തേക്കോ പോയില്ല. വിരുന്നൊരുക്കുന്നതിൻ്റെ തിരക്കിൽ പോകാനുള്ള ടൈം കിട്ടിയിട്ടും ഉണ്ടായിരുന്നില്ല. രാത്രി ഭക്ഷണം കഴിച്ച് അടുക്കളയിൽ ഒതുക്കി റൂമിലേക്ക് കടക്കുമ്പോൾ കണ്ടു സച്ചുവിനോടെന്തോ സംസാരിച്ചിരിക്കുന്ന ശിവയെ. സച്ചുവേട്ടാ, ഗുഡ് നൈറ്റ്.
ഒരു ചിരിയോടെ സച്ചുവിനോട് വിളിച്ചു പറഞ്ഞുകൊണ്ടവൾ നേരെ റൂമിലേക്ക് കടക്കുമ്പോൾ ശിവയുടെ ഒരു നോട്ടം അവൾക്ക് നേരെ വന്നത് അവൾ വ്യക്തമായി കണ്ടു. ഗുഡ് നൈറ്റ്. സച്ചു ഒരു ചിരിയോടെ യാമിയെ നോക്കി കൈ ഉയർത്തി. പാവാടാ. ചിരിയോടെ റൂമിലേക്ക് കയറിയവളെ നോക്കി സച്ചു ആരോടൊന്നില്ലാതെ പറഞ്ഞു. എന്നാൽ നീയെടുത്ത് മടിയിലിരുത്തി കൊഞ്ചിക്ക്. അല്ല പിന്നെ. ശിവ ഒരു ഈർഷ്യയോടെ പറഞ്ഞു. എന്തോ തനിക്ക് നൽകാൻ കഴിയാത്ത കരുതലും സ്നേഹമൊക്കെ മറ്റുള്ളവർ അവളോട് കാണിക്കുന്നത് ഈയിടെയായി കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല. മനസ്സ് വല്ലാതെ അസ്വസ്ഥമാവും. എൻ്റെ നെഞ്ചിൽ നിൻ്റെ പെങ്ങൾ കയറി സ്ഥാനം ഉറപ്പിച്ചില്ലായിരുന്നു എങ്കിൽ ഞാൻ അവളെ ഉറപ്പായും കെട്ടിയേനെ. യാമി കയറിപ്പോയ ശിവയുടെ റൂമിലേക്ക് നോക്കി സച്ചു പറഞ്ഞതും ശിവയുടെ മുഖം വല്ലാതെ വലിഞ്ഞു മുറുകിപ്പോയി. അത്രയ്ക്ക് നല്ല പെണ്ണാട അറിഞ്ഞിടത്തോളം സ്വന്തം അച്ഛനും അമ്മയിൽ നിന്നും പോലും സ്നേഹം എന്താണെന്ന് അനുഭവിച്ചറിയാത്തവളാണ് യാമി. ഒരിച്ച സ്നേഹം കൊടുത്താൽ അതിൻ്റെ 100 ഇരട്ടിയായി തിരികെ തരും. എങ്ങനെയെങ്കിലും ഈ കാണ്ടാമൃഗത്തിൻ്റെ തൊലിക്കട്ടി ഒന്ന് കുറയട്ടെ എന്ന് കരുതി സച്ചു ഇത്തിരി ഫീലോടെ തന്നെ പറയുമ്പോൾ ഇന്നലെ തൻ്റെ പള്ളയ്ക്ക് കത്തി ചൂണ്ടി നിന്നവളെയാണ് ശിവയ്ക്ക് ഓർമ്മ വന്നത്. അല്ലെങ്കിലും നിന്നോടിതൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. വെറുതെയാണോ പണ്ടുള്ളവർ എറിയാൻ അറിയുന്നവൻ്റെ കയ്യിൽ ദൈവം വടി കൊടുക്കില്ലെന്ന് പറയുന്നത്? സച്ചു ഒരു ദീർഘശ്വാസത്തോടെ പറഞ്ഞു. വാ നടക്ക. നിൻ്റെ ഈ മോഹം കുഞ്ഞോളോട് പറഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം. ശിവ ഇരുന്നിടത്ത് നിന്ന് ചാടി എഴുന്നേറ്റുകൊണ്ട് സച്ചുവിൻ്റെ കൈ വലിച്ച് കുഞ്ഞോളുള്ള റൂമിലേക്ക് നടന്നു. എന്ത് മോഹം? അയ്യേ ഡാ പുല്ലേ, ഞാൻ വെറുതെ നിനക്ക് കൊള്ളുന്നുണ്ടോ നോക്കാൻ പറഞ്ഞതാടാ. അല്ലാതെ എന്ത്. യാമ എൻ്റെ സ്വന്തം പെങ്ങളെപ്പോലെയാ. നീ വേണ്ടാത്ത പണിക്ക് നിൽക്കല്ലേ. ഞാൻ എൻ്റെ പെണ്ണിനെ ഒന്ന് നേരാവണ്ണം ഉമ്മ വെച്ചിട്ട് പോലും ഇല്ലാതെ നിൽക്കുക. വെറുതെ ഓരോ പ്രശ്നം ഉണ്ടാക്കി എൻ്റെ കുടുംബജീവിതം തകർത്ത് എന്നെയും നീ നിന്നെപ്പോലെ ഒരു ഒട്ടകമാക്കല്ലേ. സച്ചു ഒരു കുതിപ്പിൽ അവൻ്റെ കൈ പിടിച്ച് റൂമിലേക്ക് നേർക്കോടി. ശിവ അങ്ങോട്ടെത്തും മുന്നേ ഡോർ അടച്ച് ലോക്കും ചെയ്തു. തുറക്കടാ. ശിവ വെറുതെ ഒന്ന് ആ ഡോറിൽ തട്ടി ഒച്ചയിട്ടു. എൻ്റെ പട്ടി തുറക്കും. പോയി കിടന്നുറങ്ങടാ. സച്ചു അതേ ഉച്ചത്തിൽ മറുപടി വിളിച്ചു പറഞ്ഞതും ബെഡിൽ കിടന്ന റീൽ കാണുകയായിരുന്ന കുഞ്ഞോളൊരു സംശയത്തോടെ അവനെ നോക്കി. ലൈറ്റ് പിങ്ക് നിറത്തിലുള്ള ഒരു സോഫ്റ്റ് സാറ്റിൻ സിൽക്ക് നൈറ്റിൽ ഫോണും നോക്കി കിടക്കുന്നവളെ കണ്ടതും സച്ചുവിൻ്റെ കണ്ണുകളൊന്ന് വിടർന്നു. ഡോർ തുറന്നു കൊടുക്ക് സച്ചു ഏട്ടാ. അവൾ ബെഡിൽ നിന്നിറങ്ങി വന്നുകൊണ്ട് പറഞ്ഞതും സച്ചു അവളെ പൊക്കിയെടുത്ത് നേരെ ബെഡിലേക്ക് തന്നെ ഇട്ടു. അവന് ഭ്രാന്താടി. ഇപ്പോൾ വാതിൽ തുറന്നാൽ ശരിയായില്ല. എൻ്റെ മോളുവാ. ഇന്ന് നമുക്ക് കരയാനും പറയാനും ഒന്നുമില്ല. ഓൺലി പ്രാക്ടിക്കൽ. കിടത്തിയെടുത്ത് നിന്നും വീണ്ടും എഴുന്നേൽക്കാൻ ഒരുങ്ങുന്നവളെ അടക്കി പിടിച്ച് ബെഡിലേക്ക് തന്നെ വീണുകൊണ്ടവൻ പറയെ അൻവി അവനെ ചിരിയോടെ നുള്ളി നോവിച്ചു. ചിരിക്കൊന്നും വേണ്ട. ഞാൻ കാര്യം പറഞ്ഞതാ. ഇന്ന് നമ്മുടെ കാത്തിരിപ്പിനൊരു അവസാനം ഉണ്ടാക്കും ഞാൻ. ആ ചിരിക്കാണെ അതേ ചിരിയോടെ അവൻ അവളുടെ മാറിടുക്കിലേക്ക് മുഖമുരസിക്കൊണ്ട് പറഞ്ഞു. ശിവം റൂമിലേക്ക് കയറിയപ്പോൾ യാമി കുളി കഴിഞ്ഞ് ബാത്റൂമിൽ നിന്ന് ഇറങ്ങുകയായിരുന്നു. ആകാശനീല നിറത്തിലുള്ള ഒരു ചുരിദാറാണ് അവളുടെ വേഷം. ഇങ്ങനെ തോർത്തിക്കൊണ്ട് നിൽക്കാതെ ആ കബോർഡിൽ ഹെയർ ഡ്രയർ ഉണ്ട്. അത് വെച്ച് ആ മുടി ഉണക്കാൻ നോക്കടി മാമി. ടവൽ കൊണ്ട് മുടി തോർത്തുന്നവളെ നോക്കി പറഞ്ഞുകൊണ്ടവൻ ഡോർ ലോക്ക് ചെയ്തുകൊണ്ട് അവളോട് പറഞ്ഞു. അത് കേട്ടതായി പോലും ഭാവിക്കാതെ തോർത്തുകൊണ്ട് തന്നെ മുടി തോർത്തി നിന്നു. ഇടി ഭാര്യ, നിന്നോടാ പറഞ്ഞത്. അതെടുത്തുണക്ക്. അല്ലാതെ ഇങ്ങനെ തോർത്തിയ ഈ മുടി എന്നുണങ്ങാനാ. ഷർട്ടിൻ്റെ ബട്ടൺസ് 1-2 അയച്ച് അവൾക്കടുത്തേക്ക് വന്ന് അവളുടെ നനഞ്ഞ മുടിയൊന്ന് പിടിച്ചുയർത്തിക്കൊണ്ട് പറയെ യാമി രൂക്ഷമായൊരു നോട്ടത്തോടെ അവൻ്റെ കൈ തട്ടി തെറിപ്പിച്ചു. ഓ, എൻ്റെ മോള് പിണങ്ങിയതാണോ? ശിവ ഒരു കുസൃതിയോടെ അവൾക്ക് മുന്നിലേക്ക് കയറി നിന്ന് ചോദിച്ചു. യാമി ഒന്നും മിണ്ടാതെ അവൻ നിൽക്കുന്നതിന് നേരെ എതിർവശത്തേക്ക് തിരിഞ്ഞു നിന്നു. ആ ചുമ്മാ എന്തെങ്കിലും മിണ്ടടി ഭാര്യ. അവൻ്റെ കൈകൾ അവളെ പിന്നിലൂടെ പുണരുന്നതിനൊപ്പം മുഖം അവളുടെ കാതോരം അടുപ്പിച്ചൊരു കുറുമ്പോടെ പറഞ്ഞു. അധികം ബലം പിടിക്കാതെയുള്ളൊരു ചേർത്തു പിടിക്കലായതുകൊണ്ട് തന്നെ യാമി ഒരക്ഷരം മിണ്ടാതെ അവൻ്റെ കൈ അവളിൽ നിന്നും എടുത്തു മാറ്റിക്കൊണ്ട് നേരെ ബാത്റൂമിലേക്ക് ചെന്ന് കയ്യിലുണ്ടായിരുന്ന ടവൽ വിരിച്ചിട്ട് തിരികെ റൂമിലേക്ക് തന്നെ വന്നു. ഓഹോ, അപ്പം കാര്യമായ പിണക്കത്തിലാണ്. ശിവ ഒരു നിശ്വാസത്തോടെ അവളെ നോക്കി ചോദിച്ചു. യാമി ഒന്നും മിണ്ടിയില്ല. എന്തിനേറെ അവനെ കണ്ടതായി പോലും ഭാവിച്ചില്ല. സൈഡ് ടേബിളിൽ കൊണ്ടുവച്ച ജഗ്ഗിൽ നിന്നും ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കുടിച്ചുകൊണ്ടവൾ റൂമിലെ ലൈറ്റ് ഓഫ് ചെയ്ത് നേരെ ബെഡിലേക്ക് കിടന്നു. ശിവ വല്ലാത്തൊരു അരിശത്തോടെ അതേ വേഗത്തിൽ ലൈറ്റ് ഓൺ ചെയ്തു. അതിൻ്റെ ദേഷ്യത്തിലെങ്കിലും തന്നോട് തട്ടിക്കയറുമെന്ന് ഓർത്തവൾ ഒന്നും മിണ്ടാതെ കിടക്കുന്നത് കാണെ അവൻ്റെ കണ്ണുകൾ അവളെ തെല്ലൊരു പരിഭവത്തോടെ നോക്കി. ഡി മാമി, എണീറ്റ്. ശിവ അവളുടെ കൈ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. യാമി പക്ഷെ ഒരക്ഷരം മിണ്ടാതെ അങ്ങനെ കിടക്കാൻ തന്നെ ബലം പിടിച്ചെങ്കിലും അവൻ്റെ കരുത്തിന് മുന്നിൽ എഴുന്നേറ്റിരിക്കേണ്ടി വന്നു അവൾക്ക്. മിണ്ട്. ശിവ അവളുടെ നേരെ മുന്നിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു. യാമി ഒന്നും മിണ്ടിയില്ല. അവനെ നോക്കിയതുമില്ല. ചുമ്മാ മാന്ത വീർപ്പിക്കല്ലേ യാമി, പറ. ശിവ തെല്ലൊരു ഗൗരവത്തോടെ പറഞ്ഞതും അവൻ്റെ യാമി എന്നുള്ള വിളിയിൽ യാമി അവനെ കണ്ണുകൾ മാത്രം ഉയർത്തി നോക്കി. പറ. അവളുടെ നോട്ടം കാണെ ശിവ കണ്ണിലേക്ക് നോക്കി മെല്ലെ പറഞ്ഞു. എന്ത് പറയാൻ?
യാമി ചൂടിയോടെ ചോദിച്ചു. നിനക്കൊന്നും പറയാനില്ലേ? ശിവ ചോദ്യത്തോടെ അവളെ നോക്കി. ഇല്ലാത്തത് കൊണ്ടല്ലോ ഒന്നും മിണ്ടാത്തത്. യാമിയും ഒട്ടും കുറയ്ക്കാതെ മറുപടി പറഞ്ഞു. അതെന്താ നിനക്കൊന്നും പറയാനില്ലാത്തത്? സാധാരണ അങ്ങനെയല്ലല്ലോ. കാല് ചുരുട്ടി ഇരിക്കുന്നവളുടെ കാല് പിടിച്ച് ബെഡിലേക്ക് നീട്ടി വെപ്പിച്ചു കൊണ്ടവൻ ചോദിച്ചു. എല്ലാവർക്കും എന്നും ഒരുപോലെ ആവാൻ പറ്റുമോ? യാമി ബെഡിലേക്ക് ചരിഞ്ഞു കിടന്നുകൊണ്ട് ചോദിച്ചു. ഡീ മാമി, ഇങ്ങനെ മോന്തിയും കയറ്റി നിൽക്കല്ലേ, അല്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് തലയ്ക്ക് ഭ്രാന്തി പിടിച്ചിരിക്കാൻ ഞാൻ. നീ എണീറ്റേ. ശിവ അവളെ പിന്നെയും എഴുന്നേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഭ്രാന്തിന് പ്രത്യേകം പിടിക്കാനൊന്നുമില്ല, അത് നിനക്കുള്ളത് തന്നെയാണ്. പിന്നെ ഇപ്പോൾ ഇത്തിരി കൂടിയിട്ടുണ്ടെങ്കിൽ അത് ഈ നട്ടപ്പാതിര വരെ കണ്ട പാടത്തും പറമ്പിലും പോയി കിടക്കാത്തതിൻ്റെ ആവും. യാമി എഴുന്നേറ്റിരുന്ന ഒരു കാര്യഭാവത്തോടെ അവനെ നോക്കി പറഞ്ഞു. ആ, അതങ്ങനെ തന്നെ. പോയിരിക്കുമ്പോൾ കിട്ടുന്നൊരു സമാധാനമൊന്നും ഇതിനകത്തിരുന്നാൽ കിട്ടില്ല. അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവുകയില്ല. ശിവ ആകെ മൂകമായൊരു ഭാവത്തോടെ പറഞ്ഞു. എനിക്ക് മനസ്സിലാവില്ല. ഓർമ്മ വെച്ച കാലം തൊട്ട് ഞാനിങ്ങനെ 4 ചുമലിനകത്ത് സമാധാനം കണ്ടെത്തിയിട്ടുള്ളൂ. പുറത്തു പോയി അതിൽ കൂടുതൽ സമാധാനം ഉണ്ടാക്കാനൊന്നും എനിക്കാരും കൂട്ടില്ല. യാമി വീർത്ത മുഖത്തോടെ അവനെ നോക്കി പറഞ്ഞു. ശിവയെ അവളെ കുറച്ചു നേരം ഒന്നും മിണ്ടാതെ നോക്കിയിരുന്നു. ഞാൻ കിടന്നോട്ടെ? തന്നെ നോക്കിയിരിക്കുന്നവനെ കാണെ അവൾ ചൂടിയോടെ ചോദിച്ചു. പോരുന്നോ എൻ്റെ കൂടെ? അവനൊരു ചിരിയോടെ അവളെ നോക്കി മീശ പിരിച്ചുകൊണ്ട് ചോദിച്ചു. അതുവരെ ആ മുഖത്തില്ലാത്തൊരു ചിരിയോടെ തന്നെ നോക്കി ചോദിക്കുന്നവനെ യാമി ഞെത്തി ചുളിച്ചൊരു സംശയത്തോടെ നോക്കി. പറ ഭാര്യ, പോരുന്നോ എൻ്റെ കൂടെ? ശിവ എഴുന്നേറ്റ് നിന്ന് മുണ്ടു മടക്കി കുത്തിക്കൊണ്ട് അവളോട് ചോദിച്ചു. എങ്ങോട്ട്? യാമി ഒരു നെഞ്ചിടിപ്പോടെ അവനെ നോക്കി ചോദിച്ചു. നീയല്ലേ പറഞ്ഞത് പുറത്തിറങ്ങി സമാധാനം കണ്ടെത്താൻ ആരും കൂട്ടിനില്ലെന്ന്. വാ, ഞാൻ കൊണ്ടുപോകാം. എനിക്കും ഇപ്പോൾ കുറച്ച് സമാധാനം അത്യാവശ്യമാണ്. റൂമിൻ്റെ കീ എടുത്തുകൊണ്ട് അവൻ അവളുടെ കൈ പിടിച്ച പുറത്തേക്ക് നടന്നു. ആരെങ്കിലും അറിഞ്ഞാലോ? യാമി അവൻ്റെ കയ്യിൽ നിന്നും കൈ വലിച്ചൊരു ഒരു അമ്പരപ്പോടെ ചോദിച്ചു. ആരറിയാൻ? അല്ലെങ്കിൽ തന്നെ ആരെങ്കിലും അറിഞ്ഞാലെന്താ? നിനക്ക് പുറത്തു പോകാൻ തോന്നി, നീ പോയെന്ന് പറയണം. ശിവ അവളെ റൂമിന് പുറത്തേക്ക് നിർത്തി ഡോർ ലോക്ക് ചെയ്ത് കീ പോക്കറ്റിലേക്ക് ഇട്ടൊരു കൂസലില്ലാതെ പറഞ്ഞു. അപ്പോഴും നിന്റെ കൂടെ പോയതാന്ന് പറയാൻ പാടില്ല അല്ലേ? യാമി കൂർത്തൊരു നോട്ടത്തോടെ അവനോട് ചോദിച്ചു. നീ സീനിൻ്റെ ഫ്ലോ കളയാതെ ഇങ്ങ് വാ പെണ്ണെ. ഈ നട്ടപ്പാതിരാക്ക് നീ പോയതും വരുന്നതൊന്നും ഈ വീട്ടിൽ ആരും അറിയില്ല. ശിവ അവളുടെ കൈ പിടിച്ച് ശബ്ദമുണ്ടാക്കാതെ താഴേക്കുള്ള പടികൾ ഇറങ്ങി നേരെ അടുക്കളയിലേക്ക് ചെന്ന് അടുക്കള വാതിൽ തുറന്നവളെ മുറ്റത്തേക്ക് നിർത്തി. ദാ ഇത് പിടിച്ചോ, ഞാൻ ഈ ഡോർ ലോക്ക് ചെയ്ത് ബാൽക്കണി വഴി വരാം. പേടിയില്ലല്ലോ? ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിന്നും അവൻ്റെ ഫോൺ എടുത്ത് കയ്യിൽ കൊടുത്തുകൊണ്ടവൻ ഒരു രഹസ്യം പോലെ ചോദിച്ചതും ചുറ്റും പടർന്ന ഇരുട്ടിലേക്കൊന്ന് നോക്കി യാമി മെല്ലെ ഇല്ലെന്ന് തലയനക്കി. അതാണ്, ഞാനിപ്പോൾ വരാം. ശിവ അവളുടെ കവളിൽ ഒന്ന് തട്ടിക്കൊണ്ട് അടുക്കള വാതിൽ അടച്ചതും ഇനി ഒരിക്കലും അവനോട് കൂട്ടായി സംസാരിക്കരുത് എന്നുറപ്പിച്ച് തൻ്റെ ഹൃദയത്തെ അവൻ എത്ര പെട്ടെന്ന് മാറ്റിയെടുത്തതെന്നോർത്ത് അത്ഭുതപ്പെട്ടുപോയി യാമി. വല്ലാത്തൊരു നെഞ്ചിരിപ്പോടെ ആ ഇരുട്ടിലേക്ക് നോക്കി നിൽക്കെ യാമിക്ക് ചെറിയ പേടി തോന്നാതിരുന്നില്ല. 7-8 മിനിറ്റ് കഴിഞ്ഞിട്ടും ശിവയെ കാണാതെ വന്നതും ആ ഭയം കൂടി. ശിവ കൊടുത്ത ഫോണിൻ്റെ സ്ക്രീൻ ലൈറ്റ് ഓൺ ചെയ്തുകൊണ്ട് ചുറ്റുപാടും ഒന്ന് നോക്കി ഭയപ്പെടാനായി ഒന്നുമില്ലെന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ടവൾ ലൈറ്റ് ഓഫ് ചെയ്യാൻ നിൽക്കുമ്പോഴാണ് ഫോണിൻ്റെ വാൾപേപ്പറായി അവൻ സെറ്റ് ചെയ്തു വെച്ച ചിത്രത്തിൽ അവളുടെ കണ്ണുകൾ ഉടക്കിയത്. ഇവിടെ ഈ വീട്ടിൽ ഹാളിൽ വെച്ചിരിക്കുന്ന വലിയ ഫാമിലി ഫോട്ടോ പോലെ ഒരു ഫോട്ടോ. വീട്ടിലുള്ളത് ഈ അടുത്തെപ്പോഴോ എടുത്ത ഫോട്ടോ ആണെങ്കിൽ ശിവയുടെ ഫോണിലുള്ളത് കുറേ വർഷങ്ങൾക്ക് മുന്നേ ഉള്ളതാണ്. ശിവയും അബിയും കുഞ്ഞോളും ഒക്കെ കുട്ടികളായിരിക്കുമ്പോഴത്തെ ഒരു ഫോട്ടോ. ഇപ്പോഴുള്ള ഫോട്ടോയിൽ രാജശേഖരന് പിന്നിലായി ഒട്ടും താല്പര്യമില്ലാത്തൊരു ഭാവത്തിൽ നിൽക്കുന്നവൻ. അന്നിരുന്നത് രാജശേഖരൻ്റെ മടിയിൽ, അതും ക്യാമറയിലേക്ക് നോക്കാതെ തന്നെ മടിയിലിരുത്തിയ തൻ്റെ അച്ഛനെ നിറഞ്ഞ ചിരിയോടെ നോക്കുന്നൊരു കുട്ടി. അത് ശിവയാണെന്ന് യാമിക്ക് ഒത്തിരിയൊന്നും ആലോചിക്കാതെ തന്നെ മനസ്സിലായി. എങ്കിലും ആ ഫോട്ടോ അത് അവളിൽ വല്ലാത്തൊരു കൗതുകം നിറച്ചു. ഇന്ന് അച്ഛനെ കണ്ടാൽ കണ്ട ഭാവം നടിക്കാതെ കടന്നു പോകുന്നവൻ അന്ന് അത്രയും ഇഷ്ടത്തോടെ അച്ഛനെ നോക്കുന്നു. വാ. ഫോൺ നോക്കി നിന്നവളുടെ കൈത്തണ്ടിൽ പിടിച്ച് ശിവ മുന്നോട്ട് വലിച്ചപ്പോഴാണ് യാമി ഞെട്ടിലോടെ മുഖമുയർത്തി അവനെ നോക്കിയത്. ചെരുപ്പിട്ടിട്ടില്ലേ? അവളുടെ കൈ വിടാതെ തേക്കിൻ കാട്ടിലേക്ക് നടക്കി ശിവ അവളോട് ചോദിച്ചു. യാമി ഒന്നും മിണ്ടിയില്ല. ഡീ മാമി, കാലിൽ ചെരുപ്പിട്ടിട്ടില്ലേന്ന് ശിവ അവളെ ഒന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു. യാമി കടുകട്ടിയിലൊന്ന് തന്നെ മൂളി. ആ, ഇങ്ങനെ ആ മുഖം വീർപ്പിക്കാതെൻ്റെ ഭാര്യ, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ പ്രശ്നങ്ങൾക്കൊക്കെ നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാമെന്ന്. നീ കുറച്ചുകൂടെ ഒന്ന് ക്ഷമിക്ക്. അവളുടെ പരിഭവം മാറാത്ത മുഖം കാണെ ശിവ ഒരു അലസഭാവത്തിൽ പറഞ്ഞുകൊണ്ട് അവളെ അവൻ്റെ അടുത്തേക്ക് വലിച്ചടുപ്പിച്ചു. നമ്മളെ എങ്ങോട്ടാ പോകുന്നേ? തൻ്റെ പരിഭവം മനസ്സിലാക്കി അതിനൊരു ആശ്വാസവാക്ക് പറഞ്ഞത് പിന്നിലായി നടന്നവളെ അവനോട് ചേർത്ത് നിർത്തിയതും യാമിയുടെ ചുണ്ടിൽ ചെറിയൊരു ചിരി വിരിഞ്ഞുപോയി.
പക്ഷെ ആ ചിരി പുറമെ പ്രകടിപ്പിക്കാതെ അവൾ ചോദിച്ചു, നീ നടക്ക്, എങ്ങോട്ടെങ്കിലും ഒക്കെ അങ്ങ് എത്തും. ശിവ അവളെ നോക്കി നോർമലായെന്ന് ചിരിയോടെ പറഞ്ഞു. അങ്ങനെ നിനക്ക് തോന്നിയെടുത്ത് പോയിരിക്കാനൊന്നും ഞാനല്ല, യാമ അവനെ നോക്കി പെട്ടെന്ന് പറഞ്ഞു. അതെന്താ? ശിവ കണ്ണു ചുരുക്കി ഒരു കെറുവോടെ അവളെ നോക്കി. ഇല്ല, അത്ര തന്നെ. യാമ ഇത്തിരി കാര്യഭാവത്തിൽ തന്നെ പറഞ്ഞു. ശ്രദ്ധിച്ചു കയറ്, വീഴല്ലേ. നടന്നൊരു പാറക്കെട്ടിന് മുന്നിലെത്തിയതും ശിവ അവളുടെ കൈ പിടിച്ച് കയറാൻ സഹായിച്ചുകൊണ്ട് പറഞ്ഞു. യാമി ചുറ്റുപാടും ഒന്ന് നോക്കി, പിന്നെ മെല്ലെ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ആ വഴിക്ക് കയറിയ പാടെ അവൻ്റെ കയ്യിൽ നിന്നും തൻ്റെ കൈ വിടിയിക്കുകയും ചെയ്തു. ശരിക്കും നമ്മളെങ്ങോട്ടാ പോകുന്നത്? തേക്കിൻകാട് കഴിഞ്ഞതും മുന്നോട്ട് നടക്കുന്നവനെ കാണെ യാമി ചെറിയൊരു പേടിയോടെ ചോദിച്ചു. എന്തേ, മാമിക്ക് പേടിയുണ്ടോ? ശിവ താടി ഒഴിഞ്ഞൊരു ചിരിയോടെ അവളെ നോക്കി. എനിക്കെന്ത് പേടി? പേടിയൊന്നുമില്ല, എന്നാലും എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയണ്ടേ? യാമി മെല്ലെ നടന്ന് ശിവയുടെ കൈ പിടിച്ചു. ഈ അർദ്ധരാത്രി എങ്ങും ഒരു മെഴുകുതിരി വട്ടം പോലും ഇല്ല. ഇടവും വലവും അങ്ങ് ദൂരെ ചെറിയ വീടുകളും ആ വീട്ടിലെ വെളിച്ചവും കാണാം. അതും ഒരു മിന്നാമിനുങ്ങിൻ്റെ വെട്ടം പോലെ. എത്തി. ചുറ്റുപാടും പേടിയോടെ നോക്കുന്നവളെ കാണെ അതിലുപരി ഇത്രയും നേരം താൻ അങ്ങോട്ട് കൈ നീട്ടിയിട്ടും പിടിക്കാതിരുന്ന തൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചവളെ കാണെ ആർദ്രമായി അവൻ പറഞ്ഞു. ഒന്നും മിണ്ടാതെ നടന്ന അവനിൽ നിന്നും പെട്ടെന്നൊരു വാക്ക് കേട്ടതും യാമി ചെറിയൊരു ഞെട്ടലോടെ അവനെ നോക്കി. തേക്കിൻകാടും കഴിഞ്ഞ് പുഴക്കരയിലേക്ക് എത്തിയതും മുന്നേ ഏതോ കലാകാരൻ്റെ ഛായാചിത്രം പോലെ മനോഹരമായൊരു മുളങ്കാട്. ആ മുളങ്കാടിന് താഴെയായി 1-2 പേർക്ക് കിടക്കാൻ പാകത്തിൽ മുള കൊണ്ട് തന്നെ തീർത്തൊരു ബെഞ്ചും. രാത്രിയുടെ ഇരുട്ടിനെ തലോടി മയക്കുന്ന നേർത്ത കുളിരുള്ള കാറ്റിൽ ഇലകളാകെ ഉലയുന്നുണ്ട്. അവിടെ ആ മുളങ്കാടിന് താഴെ ഇരുന്ന് നോക്കിയാൽ നിലാവിൻ്റെ വെട്ടത്തിൽ തിളങ്ങി മറയുന്ന പുഴയോരങ്ങളെ കാണാം. ഈ ജന്മം ഇത്രയും നല്ലൊരു കാഴ്ച താൻ കണ്ടിട്ടില്ലെന്ന് തോന്നി യാമയ്ക്ക്. അത്രമേൽ ആ രാത്രിയുടെ മനോഹാരിത അവിടം നിറഞ്ഞു നിൽക്കുന്നു. വാ. കണ്ട കാഴ്ചയിൽ എന്തോ നിറഞ്ഞു തുളുമ്പിയ മിഴികളോടെ തറഞ്ഞു നിൽക്കുന്നവളെ കാണെ അവളുടെ ഇരു തോളിലും കൈവച്ച് മെല്ലെ മുന്നോട്ട് തള്ളിക്കൊണ്ടവൻ പറഞ്ഞു. ഇവിടെയാണോ നിങ്ങളെന്നും വന്നിരിക്കുന്നത്? യാമി ഒരു കൗതുകത്തോടെ അവനോട് ചോദിച്ചു. ശിവ അവളെ നോക്കാതെ മെല്ലെ മൂളിക്കൊണ്ട് മുളങ്കാട്ടുകൾക്ക് പിന്നിലായി ചാരിവെച്ച മെടഞ്ഞിട്ടൊരു ഓലയെടുത്ത് അവിടെയുള്ള ബെഞ്ചിന് താഴെയായി ഇട്ടു. യാമി അവനെന്താ ചെയ്യുന്നതെന്ന് കണ്ണെടുക്കാതെ നോക്കി. അവിടെ ഇരുന്നോ, ശിവ അവളോടായി പറഞ്ഞുകൊണ്ട് മെല്ലെ ആ ഓലയിലേക്ക് മലർന്നു കിടന്നു. ശരിക്കും എന്ത് രസം ഇവിടെ കാണാൻ, നമ്മൾ ഫിലിംസിലൊക്കെ കാണുന്നത് പോലെ. തന്നെ തലോടി കടന്നു പോയ കാറ്റിൻ്റെ കുളിരിൽ ദേഹമൊന്ന് കുളിർന്നു പോയവൾ കൈ രണ്ടും കൂട്ടി പിണച്ചൊരു ചിരിയോടെ ആ ബെഞ്ചിലേക്ക് ഇരുന്നു കൊണ്ട് പറഞ്ഞു. ശിവയെ അതിനൊന്നും മൂളിയത് പോലും ഇല്ല. പകരം പോക്കറ്റിൽ നിന്നും ഒരു സിഗരറ്റ് എടുത്ത് തീ കൊളുത്തി ചുണ്ടോട് ചേർത്തു. ഇങ്ങനെ വലിച്ചു കൂട്ടാനാണോ എൻ്റെ മോനിന്ന് ഇങ്ങോട്ട് വരുന്നേ? യാമി തെല്ലിഷ്ടക്കേടോടെ അവനെ നോക്കി ചോദിച്ചു. ശിവ മറുപടിയൊന്നും പറയാതെ ഒരു ചിരിയോടെ മുഖം ചെരിച്ച് അവളെ ഒന്ന് നോക്കി. വലി മാത്രമേ ഉള്ളോ അതോ കൊടിയുണ്ടോ? താൻ ബെഞ്ചിലിരുന്നതും അവൻ നിലത്ത് കിടന്നതുമുള്ള ഈ സംസാരത്തിൽ എന്തോ ഒരു വല്ലായ്മ തോന്നിയതും യാമി ബെഞ്ചിൽ നിന്ന് എഴുന്നേറ്റ് അവൻ കിടക്കുന്നതിനടുത്തേക്ക് പോയിരുന്നു. നിന്റെ കൂടെയല്ലേ ഞാൻ കിടക്കുന്നത്, പറ. എന്നും ഞാൻ കള്ളു കുടിച്ചിട്ടാണോ ഒന്ന് കിടക്കുന്നത്? ശിവ അവളെ നോക്കി കാര്യമായി ചോദിച്ചു. അല്ല. കാലുകൾ രണ്ടും കൂട്ടിപ്പിടിച്ച് മുട്ടുകാലിൽ മുഖം ചായച്ചിരുന്നു കൊണ്ടവൾ പറഞ്ഞു. സച്ചുവേട്ടനുണ്ടാവുമ്പോൾ എന്നും നിന്റെ കൂടെ, അതോ തനിച്ചിവിടെ വന്നിരിക്കാറുണ്ടോ? യാമി അവനെ നോക്കി ഇരിക്കെ മെല്ലെ ചോദിച്ചു. തനിച്ചിരിക്കാൻ വരാറുണ്ട്, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അവൻ മണം പിടിച്ചിങ്ങെത്തും എന്തായാലും. ശിവ സിഗരറ്റ് ആഞ്ഞു വലിച്ചുകൊണ്ട് പറഞ്ഞു. അതങ്ങ് കളഞ്ഞ് ശിവ, നാറിയിട്ട് വയ്യ. അത്രയും ആഞ്ഞു ശ്വസിക്കുന്നവനെ കാണെ യാമി ആ സിഗരറ്റ് വാങ്ങി ദൂരേക്ക് എറിഞ്ഞുകൊണ്ട് പറഞ്ഞു. ഈ തണുപ്പത്തത് കളയാതെടി മാമി. ശിവ കുഞ്ഞൊരു കണ്ണുരുട്ടലോടെ അവളെ നോക്കെ അവൻ്റെ കണ്ണുകൾ അവളിൽ ആഴത്തിലൊന്നുടക്കി. ആകാശനീല നിറത്തിലുള്ള ഒരു ചുരിദാർ അവളുടെ വേഷം. രാത്രിയിൽ പടർന്നു കിടക്കുന്ന നിലാവെളിച്ചമാകെ അവളൊരുവളിൽ വന്ന് നിൽക്കുന്നത് പോലെ. തണുപ്പ് മാറ്റാനാണെങ്കിൽ ഞാനും വലിക്കണമല്ലോ അത്. വെറുതെ ഓരോ കാരണങ്ങൾ കണ്ടുപിടിക്കാം. യാമി അവനെ നോക്കി ചൂടോടെ പറഞ്ഞു. ശരിക്കും നീ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? ശിവ പെട്ടെന്ന് ചോദിച്ചതും യാമി അവനെ സംശയത്തോടെ നോക്കി. ട്യൂബ് ലൈറ്റ്, നീ എങ്ങനെയാ ചിറക്കൽ രാജശേഖരൻ്റെ അടുത്തെത്തിയെന്ന്? ശിവ അവളുടെ കാൽ വിരലൊന്ന് വലിച്ചുകൊണ്ട് ചോദ്യം വ്യക്തമാക്കി. ഓ അതോ, രാമച്ചനും സരസ്വതിയമ്മയും കൊണ്ടുവന്നു. യാമി അവൻ്റെ കൈ തൻ്റെ കാലിൽ നിന്നും എടുത്തു മാറ്റിക്കൊണ്ട് പറഞ്ഞു. രാമച്ചൻ്റെ അടുത്ത് എങ്ങനെ എത്തി? ശിവയത് വകവയ്ക്കാതെ വീണ്ടും അവളുടെ കാലിൽ പെരുവിരലിൽ മെല്ലെ ഒന്ന് തഴുകി. അതൊക്കെ വലിയ കഥയാ, പറഞ്ഞാൽ തീരില്ല. യാമി പിന്നെയും അവൻ്റെ കൈ എടുത്തു മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറയെ ശിവ അവളുടെ കൈ തട്ടി മാറ്റി കാൽ വിരലുകൾ ഓരോന്നായി മെല്ലെ വലിച്ചു. പറ, ടൈമുണ്ട്. ശ്രദ്ധ മുഴുവൻ അവളുടെ ഭംഗിയുള്ള കാൽപാദങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടവൻ പറഞ്ഞു.
അച്ഛൻ മരിച്ചതറിഞ്ഞ ഞാൻ ചെന്നൈയിൽ നിന്ന് വീട്ടിലേക്ക് വരുന്നത്. അതിൽ പിന്നെ എന്നെ ആ സ്ത്രീയും അയാളും കൂടി ചേർന്ന് മുറിയിൽ പൂട്ടിയിട്ടു. നാട്ടുകാരുടെ മുന്നിൽ തലയ്ക്ക് ലേശം സുഖമില്ലാത്ത കുട്ടിയെന്ന് പേരുള്ളത് കൊണ്ട് തന്നെ അവരുടെ ഉപദ്രവം കൊണ്ട് അലറിക്കരഞ്ഞ് എനിക്ക് അവർ അച്ഛൻ മരിച്ചതോടെ മുഴുവട്ടായതാണെന്ന് പറഞ്ഞു പരത്തി. മരിക്കാനും വയ്യ ജീവിക്കാനും വയ്യുന്ന പോലെ നിൽക്കുമ്പോഴാണ് ഒരു രാത്രി ആ ഇന്ദ്രൻ എൻ്റെ അടുത്തേക്ക് വന്നത്. എന്നും വരും, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കുറേ തല്ലും തൊഴിച്ചു അങ്ങ് പോവും. പക്ഷെ അന്ന് അവൻ വന്നപ്പോൾ കുടിച്ചത് ഇത്തിരി കൂടുതലായിട്ടാണോ അതോ നിന്റെ ജീവിതം കൂടെ ഞാൻ കാരണം തുലയണം എന്ന വിധി ഉണ്ടായിട്ടാണോ എന്ന് അറിയില്ല. അവൻ്റെ തന്നെ അരയിലെ കത്തിയെടുത്ത് ഒരൊറ്റ കുത്തു കൊടുത്തു ഞാൻ അവൻ്റെ വയറിനിട്ട്. എന്നിട്ട് ഡോറും തുറന്ന് കിട്ടിയ ജീവൻ കൊണ്ട് ഓടി. അങ്ങനെ കുറേ ഓടി ചെന്നപ്പോഴാണ് ഒരു ലോറി നിർത്തിയിട്ടത് കണ്ടത്. രക്ഷപ്പെടാൻ അതല്ലാതെ വേറെ വഴിയൊന്നും മുന്നിലില്ലാത്തത് കൊണ്ട് ആരും കാണാതെ നേരെ അതിൽ കയറിയിരുന്നു. നേരം വെളുത്ത് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ തിരുവനന്തപുരം ബസ് സ്റ്റാൻഡിന് പിന്നിലുള്ള മാർക്കറ്റിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു ലോറി. മെല്ലെ അതിൽ നിന്നിറങ്ങി നേരെ ചെന്നത് രാമച്ചൻ്റെ അടുത്തേക്ക്. വിശപ്പിത്തിരി കൂടുതലായതുകൊണ്ട് തന്നെ വേണ്ടത് വാങ്ങി കഴിച്ചു. കഴിച്ചു കഴിഞ്ഞ് കയ്യിൽ കാശില്ലെന്ന് പറഞ്ഞപ്പോൾ രാമച്ചൻ്റെ ഒരു നോട്ടം ഉണ്ടായിരുന്നു. ഹോ, ആകെ നാണം കെട്ടുപോയി. എന്നാലും വേറെ വഴിയൊന്നും ഇല്ലല്ലോ. നാണക്കേടും ആട്ടും തൊപ്പും ഒക്കെ ശീലമായതുകൊണ്ട് എത്രയൊക്കെ ചീത്ത പറഞ്ഞിട്ടും അവിടെ തന്നെ നിന്നു. ഇപ്പോൾ നിൻ്റെ അടുത്ത് നിൽക്കും പോലെ. അങ്ങനെ എൻ്റെ നിൽപ്പ് കണ്ട് പാവം തോന്നിയ രാമച്ചൻ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്നെ കൂടെ വിളിച്ചു. ചെറിയൊരു പേടിയുണ്ടായിരുന്നു. എന്നാലും അനുഭവിച്ചതിലും വലുതൊന്നും വരാനില്ലെന്ന് കരുതി കൂടെ ചെന്നു. അവിടെ ചെന്നൊന്ന് ക്ഷീണം മാറ്റുമ്പോഴേക്കും അടുത്ത പ്രശ്നം. ആ ജയപാലനും സ്ത്രീയും ചേർന്ന് FBയിലും ഗ്രൂപ്പിലും ഒക്കെ കൊടുത്ത പരസ്യം അത് രാമച്ചനും കണ്ടു. എനിക്ക് ഭ്രാന്താണെന്നും പറഞ്ഞ് എന്നെ കെട്ടിയിടാൻ നോക്കിയതും ഞാനോട് റൂമിൽ കയറി വാതിലടച്ചു. പാവങ്ങളാ, എൻ്റെ കരച്ചിൽ കണ്ടപ്പോൾ പ്രശ്നം തിരക്കി. ഞാൻ കാര്യം പറഞ്ഞപ്പോൾ നിൻ്റെ സരസ്സുവാ പറഞ്ഞത് രക്ഷിക്കാൻ ചിറക്കൽ രാജശേഖരനെ കൊണ്ടേ കഴിയുന്നു. പിന്നൊന്നും നോക്കിയില്ല. അവിടുന്ന് നേരെ ഇങ്ങോട്ടൊരു ഓട്ടോ പിടിച്ചു. മരമില്ലിൽ പോയി ശിവരുദ്ധിൻ്റെ അച്ഛനെ കണ്ടു. സഹായം ചോദിച്ചു. ആദ്യം ചെറിയൊരു ഭീഷണി മുഴക്കിയെങ്കിലും വീട്ടിലേക്ക് പൊക്കോ എന്ന് പറഞ്ഞ് സഹായിക്കാമെന്നേറ്റു. ബാക്കിയൊക്കെ നിനക്കറിയാം. അനുഭവിച്ചതോർത്ത് ഹൃദയം നീറുന്നുണ്ടെങ്കിലും ഒരു സിനിമാ കഥ പറയുന്ന ലാഘവത്തോടെ അവൾ അവന് പറഞ്ഞു കൊടുത്തു. എല്ലാം കേട്ട് കിടന്നവൻ്റെ കൈകൾ അവളുടെ കാൽപാദത്തിൽ തെല്ലൊരു മുറുക്കത്തോടെ പിടിച്ചതും അവന് നേർക്ക് തിരിഞ്ഞിരുന്നവൾ കാല് നീക്കി അവൻ കിടക്കുന്നതിന് വിലങ്ങനെയായി ഇരുന്നു. അങ്ങനെ ഇരിക്കേണ്ട താമസം ശിവയെ അവളെ വലിച്ചവൻ്റെ നെഞ്ചിലേക്ക് കിടത്തി. ഞാൻ പിടിച്ചു തിന്നൊന്നുമില്ല, അവിടെ കിടക്ക്. യാമി ഒരു പിടിച്ചിലോടെ എഴുന്നേറ്റ് മാറാൻ തുനിഞ്ഞതും ശിവ അവളെ വിടാതെ പിടിച്ചു വെച്ചുകൊണ്ടൊരു ഗൗരവത്തോടെ പറഞ്ഞു. വേണ്ട വേണ്ട, ഞാൻ ഇരുന്നോളാം, വിട്ടേ. യാമി ഒരു പിടച്ചിലോടെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അവിടെ കിടക്ക്. ശിവ അവളെ എഴുന്നേൽക്കാൻ അനുവദിക്കാതെ പിടിച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു. എൻ്റെ കത്തിയുണ്ട്, വേണ്ടാത്ത പരിപാടിക്ക് നിന്നാൽ ഞാൻ കൊത്തും, ഉറപ്പാ. യാമി ഒരു ഭീഷണി പോലെ അവനോട് പറഞ്ഞു. കുത്തിക്കോ, വെറുതെ ഞാൻ ചിന്തിക്കാത്ത കാര്യം ഓർമ്മപ്പെടുത്താതിരിക്കടി. അവളുടെ ഒരു കത്തി. ആ കത്തിക്കൊരു പുല്ല് വിലയും കൽപ്പിക്കാതെ അവൻ മുരണ്ടതും യാമി വീർത്ത മുഖത്തോടെ അവൻ്റെ നെഞ്ചിൽ തലവെച്ച് കിടന്നു. എന്തോ ഇതുവരെ ഇല്ലാത്തൊരു നെഞ്ചിരിപ്പുണ്ട് അവൾക്കിപ്പോൾ. തല്ലും വഴക്കുമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തള്ളും ഒക്കെ നടന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു കിടപ്പ് അതാദ്യമായിട്ടാണ്. നീ വിറയ്ക്കുന്നത് തണുത്തിട്ടാണോ അതോ പേടിച്ചിട്ടാണോ? അവളുടെ കയ്യിൽ പിടിച്ചു വയ്ക്കിയ ആ ദേഹത്തിൻ്റെ ചെറിയ വിറയിലറിഞ്ഞവൻ കളിയാക്കി ചിരിയോടെ അവൻ ചോദിച്ചു. പിന്നെ നിന്നെ പേടിച്ചിട്ടല്ലേ ഞാൻ ജീവിക്കുന്നത്? ഒന്ന് പോടോ, മനുഷ്യനെ തണുത്തിട്ട് വയ്യ. ചുരിദാറിൻ്റെ ഷോളെടുത്ത് ദേഹം മുഴുവൻ പുതച്ചു കൊണ്ടവൾ അവൻ്റെ നെഞ്ചിൽ തലവെച്ച് ചെരിഞ്ഞു കിടക്കുന്നവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ശിവ ഒരു കള്ളച്ചിരിയോടെ കിടന്നതല്ലാതൊന്നും മിണ്ടിയില്ല. അല്ല, എന്താപ്പോൾ എൻ്റെ കഥയൊക്കെ ചോദിച്ചറിയാൻ? എന്ത് പറ്റി? ആ കിടപ്പിൻ്റെ ഒരു സുഖം അറിഞ്ഞതും യാമി മെല്ലെ അവനോട് ചോദിച്ചു. സ്വന്തം ഭാര്യയെക്കുറിച്ചെല്ലാം അറിഞ്ഞിരിക്കേണ്ടേ എന്ന് കരുതി ചോദിച്ചതാണ്. അവനൊരു കൈ മടക്കി തലയ്ക്ക് താക്കം കൊടുത്തുകൊണ്ട് പറഞ്ഞു. ഭാര്യയെക്കുറിച്ച് ഭർത്താവിനെല്ലാം അറിയാം. പക്ഷേ ഈ ഭാര്യയ്ക്ക് വെട്ടുപോത്തിനെ തീരെ അങ്ങോട്ട് മനസ്സിലാവുന്നില്ല കേട്ടോ മോനെ. യാമി ഒരു താളത്തിൽ പറഞ്ഞു. അത് ഭാര്യയുടെ കഴിവുകേടാണ്. ശിവ ഒരു ചിരിയോടെ അവളുടെ കവളിലേക്ക് കൈ നീട്ടിക്കൊണ്ട് പറഞ്ഞു. ആ, ഇനി അത് പറഞ്ഞോ. ഭാര്യയ്ക്ക് എത്ര കഴിവുണ്ടായിട്ടും കാര്യമില്ല. ഭർത്താവ് നിന്നെപ്പോലൊരു വെട്ടുപോത്താണെങ്കിൽ ഒരു കുന്തവും മനസ്സിലാവില്ല. ചിലപ്പോൾ തോന്നും എവിടെയോ എന്തോ പ്രശ്നമുണ്ടെന്ന്. ചിലപ്പോൾ തോന്നും ഒരു പ്രശ്നവും ഇല്ല, അഹങ്കാരം കൂടിപ്പോയതാന്ന്. അവൻ മുഖത്തേക്ക് നീട്ടി ആ കയ്യിൽ പിടിച്ചവൻ്റെ കൈവിരലിൻ്റെ നീളം അളന്നു നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. അഹങ്കാരമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴല്ല, ഒരു 7-8 കൊല്ലം മുമ്പ് വരെ. അഹങ്കരിച്ചതൊന്നും സ്വന്തം അല്ലെന്ന് പറയേണ്ടവർ തന്നെ പറഞ്ഞപ്പോൾ ആ അഹങ്കാരം അങ്ങ് അവസാനിച്ചു. ഇപ്പോൾ ആരുടെ പേരിലും അഹങ്കരിക്കാതെ സ്വന്തം അധ്വാനത്തിൽ ജീവിക്കുന്നതിൻ്റെ ഒരു ആത്മാഭിമാനമുണ്ട്. അത്രയേ ഉള്ളൂ.
അവളുടെ ചെയ്തികൾ തൻ്റെ കൈവിട്ടു നൽകിക്കൊണ്ട് അവൻ തീരെ താല്പര്യമില്ലാത്തൊരു ഭാവത്തിൽ പറഞ്ഞതും യാമി മെല്ലെ അവൻ്റെ മുഖത്തേക്കൊന്ന് എത്തി നോക്കി. എന്നെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടാവുമല്ലേ? നന്നെ പതുങ്ങിയ ഒരു സ്വരത്തിൽ അവൾ അവനോട് ചോദിച്ചു. എന്തിന്? ശിവ ഒരു മന്ദഹാസത്തോടെ അവളുടെ കണ്ണിലേക്ക് നോക്കി. ഞാൻ ഈ താലി അയച്ച് കളയാത്തത് കൊണ്ടല്ലേ അച്ഛൻ പറഞ്ഞപ്പോൾ എതിർത്ത് നിൽക്കാൻ കഴിയാതെ അനുസരിക്കേണ്ടി വന്നത്. അതിന് ഞാൻ അച്ഛൻ പറഞ്ഞതൊന്നും ഇതുവരെ അനുസരിച്ചില്ലല്ലോ. ശിവ ആകാശത്തേക്ക് നോക്കി പറഞ്ഞതും ആ വിഷയം അതിൽ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ തോന്നിയില്ല യാമിക്ക്. മുന്നോട്ട് തുടർന്നാൽ തന്നെ അവൻ്റെ ഭാര്യയായി അംഗീകരിച്ചില്ലെന്നും പറയും. ഒരിക്കലും അംഗീകരിക്കില്ല, തന്നെ സ്നേഹിക്കില്ലെന്ന് പറയും. ഈ നിമിഷം അതൊന്നും കേൾക്കേണ്ടെന്ന പോലെ അവൾ അവൻ്റെ നെഞ്ചിൽ തല വെച്ചങ്ങനെ മൗനമായി കിടന്നു. നിനക്കെന്താ നിന്റെ അച്ഛനോട് ഇത്ര ദേഷ്യം? കുറെ കഴിഞ്ഞതും യാമി അവനോട് മെല്ലെ ചോദിച്ചു. ശിവ ഒന്നും മിണ്ടാതെ കണ്ണുകൾ അടച്ച് കിടന്നു. ശിവ. അവനൊന്നും മിണ്ടുന്നില്ലെന്ന് കാണി യാമി വീണ്ടും വിളിച്ചു. അവൻ കണ്ണുകൾ തുറക്കെ തന്നെ മെല്ലെ ഒന്ന് മൂളിക്കൊണ്ട് കൈ നീട്ടി അവളുടെ അതിരങ്ങളിലൂടെ മെല്ലെ വിരലയച്ചു. പറ പ്ലീസ്. യാമി ആ കയ്യിൽ പിടിച്ചു വെച്ചൊരു കെഞ്ചലോടെ ചോദിച്ചു. ചിറക്കൽ രാജശേഖരൻ എൻ്റെ അച്ഛനല്ല, അത് തന്നെ കാരണം. ശിവയെ അവളെ നോക്കി മെല്ലെ എഴുന്നേറ്റിരുന്നു കൊണ്ട് പറഞ്ഞു. ആര് പറഞ്ഞു? യാമി സംശയത്തോടെ അവനെ നോക്കി ചോദിച്ചു. പറയേണ്ടവർ തന്നെ പറഞ്ഞു, കേൾക്കേണ്ടവരൊക്കെ കേൾക്കുകയും ചെയ്തു. ശിവ മുണ്ടും മുറുക്കിയെടുത്തുകൊണ്ട് എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. ആ പറഞ്ഞത് കള്ളാണെങ്കിലോ? സംശയം കലർന്നൊരു ചോദ്യത്തോടെ യാമയും അവനൊപ്പം എഴുന്നേറ്റു. നിന്നെ ജനിപ്പിച്ചത് നിന്റെ അച്ഛനല്ല എന്നൊരു കള്ളം നിന്റെ അച്ഛൻ പറയൂ നിന്നോട്? തീർത്തും അലസമായൊരു ചോദ്യത്തോടെ ശിവ അവളെ നോക്കിയതും യാമി അവൻ്റെ കണ്ണിലേക്ക് ഉറ്റുനോക്കി മറുപടി ഇല്ലാതെ നിന്നുപോയി. വാ പോകാം. യാമിയുടെ ആ നിൽപ്പ് കാണെ ശിവയെ അവളുടെ കൈ പിടിച്ച് മുന്നോട്ട് നടന്നു. അച്ഛൻ പറഞ്ഞോ നിന്നോടങ്ങനെ? യാമി മുന്നോട്ട് നടക്കാതെ അവിടെ നിന്നുകൊണ്ട് ചോദിച്ചു. ആ പറഞ്ഞു. നീ അത് വിട്ടെ, വേറെന്തെങ്കിലും പറ. നിന്റെ കൂട്ടുകാരി വിളിച്ചില്ലേ പിന്നെ? നീ എന്ത് പറഞ്ഞു? ശിവ അവളുടെ കൈ പിടിച്ചു വലിച്ച് മുന്നോട്ട് നടന്നുകൊണ്ട് ചോദിച്ചു. വിളിച്ചിരുന്നു. തരുണേട്ടൻ വരും എന്നെ കൊണ്ടുപോവാൻ. ആ വിഷയം സംസാരിക്കാൻ കൂട്ടാകാതെ പിടിച്ച പിടിയിൽ മുന്നോട്ട് നടക്കുന്നവനെ നോക്കി യാമി പെട്ടെന്ന് പറഞ്ഞതും ശിവ നടത്തം നിർത്തി അവളെ ഒന്ന് തിരിഞ്ഞു നോക്കി. അതേതാ പുതിയൊരുത്തൻ? യാമിയുടെ കണ്ണിലേക്ക് ഉറ്റി നോക്കിക്കൊണ്ട് ചോദിച്ചു. തരുണേട്ടൻ, താരയുടെ ബ്രദർ, ഡോക്ടറാ. യാമി മെല്ലെ അവനെ കടന്ന് മുന്നോട്ട് നടന്നുകൊണ്ട് പറഞ്ഞതും ശിവയെ അവളെ വലിച്ച് നെഞ്ചിലേക്ക് ചേർത്തു. അവനെന്തിനാ നിന്നെ വിളിക്കാൻ വരുന്നത്? ശിവയുടെ കൈ അവളുടെ അരയിലൂടെ ചുറ്റി പിടിച്ചു. യാമി മറുപടി പറയാതെ അവൻ്റെ കണ്ണിലേക്ക് ഒറ്റ നോക്കി. ഞാൻ പറഞ്ഞില്ലേ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കാമെന്ന്. പിന്നെ നീ എന്തിനാ അവരുടെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? വല്ലാത്തൊരു ദേഷ്യത്തോടെ ശിവയെ അവളുടെ കണ്ണിലേക്ക് നോക്കി ചോദിച്ചു. ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല, അവരിങ്ങോട്ട് പറഞ്ഞതാ. ഇവിടെ വന്ന് നിന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. ഞാനെതിരൊന്നും പറഞ്ഞില്ല. വന്നോട്ടെ, എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഒരാളെങ്കിലും തന്നെ കണ്ണിമ ചിമ്മാതെ നോക്കുന്നവനെ നോക്കി യാമി പറഞ്ഞു വന്നതും അത് മുഴുവനാക്കാൻ സമ്മതിക്കാതെ അവൻ അവളുടെ ഇരു അധരങ്ങളും അവൻ്റെ സ്വന്തമാക്കി. യാമിയുടെ കണ്ണുകൾ മിഞ്ഞതിനൊപ്പം ഇരു കൈകളും അവൻ്റെ തോളിൽ മുറുകെ പിഴച്ചു. ആദരങ്ങളിൽ ചെറുനോവ് പടർത്തി അത്രമേൽ ശക്തമായി നുണഞ്ഞെടുക്കിയ അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിനെ ചുറ്റി വരിഞ്ഞു. ഒരിറ്റ് ശ്വാസമെടുക്കാനുള്ള ഇട പോലും കൊടുക്കാതെ അവൻ ആദരങ്ങൾ നുണഞ്ഞെടുക്കുമ്പോൾ സമയം മുന്നോട്ട് നീങ്ങി യാമി അവൻ്റെ കൈകളിൽ നിന്നൊന്ന് പിടഞ്ഞു പോയതും ശിവ ചെറിയ കിതപ്പോടെ അവളെ സ്വതന്ത്രമാക്കി. യാമി വല്ലാത്തൊരു കിതപ്പോടെ അവനെ നോക്കി. അവനോട് പെട്ടെന്ന് ഇങ്ങ് വരാൻ പറ, ഞാൻ കാര്യമായി തന്നെ സംസാരിക്കുന്നുണ്ട്. ശിവ അവളെ നോക്കി ചൂടിയോടെ പറഞ്ഞു. യാമയുടെ മുഖം ദേഷ്യം കൊണ്ടാകെ ചുവന്നു പോയി. പിന്നീട് ആ കണ്ണുകൾ അവനെ നോക്കി നിറഞ്ഞു നിന്നു. സോറി, പെട്ടെന്ന് കേട്ടപ്പോൾ. ശിവയൊരു വിശദീകരണത്തിന് മുതിർന്നതും യാമി അത് കേൾക്കാൻ കൂട്ടാകാതെ മുന്നോട്ട് നടന്നു. ഡീ മാമി, പിണങ്ങാതെ. പെട്ടെന്ന് കൈവിട്ടു പോയി, സോറി. ഇരുട്ടൊന്നും വകവയ്ക്കാതെ കണ്ണിൽ കാണുന്ന വഴിയിലൂടെ ചവിട്ട് കുലുക്കി മുന്നോട്ട് നടക്കുന്നവളെ കാണെ ശിവ ഇത്തിരി വേഗത്തിൽ അവൾക്ക് പിന്നാലെ ചെന്ന് പറഞ്ഞു. യാമി അത് കേട്ടതായി പോലും ഭാവിക്കാതെ പിന്നെയും മുന്നോട്ട് നടക്കാൻ തുടങ്ങിയതും ശിവയെ അവളെ പിടിച്ചു വെച്ചു. ദേഷ്യപ്പെടാതെ, ഞാൻ പറഞ്ഞില്ലേ സോറി. അവൻ അവളെ പിന്നിലൂടെ പുണർന്ന് തോളിൽ താടി ഉന്നി നിന്നുകൊണ്ട് അത്രയും സ്നേഹത്തോടെ പറഞ്ഞു. യാമി പക്ഷേ അവൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങാൻ കൂട്ടാക്കാതെ വല്ലാതെ കുതറി. ഇഷ്ടം കൊണ്ടല്ലേടി ഭാര്യ, സോറി. ഈ ഒറ്റത്തവണ കൂടെ ക്ഷമിക്ക്. അവളുടെ കാതോരം മുഖം ചേർത്ത് മെല്ലെ പറഞ്ഞതും യാമിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി തുടങ്ങി. ആർക്കിഷ്ടം? നിനക്കോ? ഇങ്ങനെ ആളില്ലാത്ത കാട്ടിലും കുളപ്പടവിലും ആ റൂമിലും ഒക്കെയല്ലേ നിൻ്റെ ഇഷ്ടമുള്ളത്? എനിക്കത് വേണ്ട. യാമി ഒരു കരച്ചിലോടെ പറഞ്ഞതും ശിവ അവളെ തീർത്തും ശക്തമായെന്ന് പുണർന്നുകൊണ്ട് കവളിൽ അമർത്തി ചുംബിച്ചു. ആ റൂമിന് എന്താ കുഴപ്പം? നല്ലതല്ലേ?
ആരോ പറഞ്ഞതുപോലെ അവിടെ ഞാനുണ്ട്, നീയുണ്ട്, പിന്നെ നമുക്ക് മാത്രം അറിയുന്ന നമ്മളുണ്ട്, ഇല്ലേ? അവനൊരു ചിരിയോടെ അവളോട് രഹസ്യമായി ചോദിച്ചതും യാമി അവൻ്റെ കയ്യിൽ നിന്നും കുതറി മാറി മുന്നോട്ട് നടന്നു. ശിവ വല്ലാത്തൊരു നെടുവീർപ്പോടെ അവൾക്ക് പിന്നാലെയും ചെന്നു. പിണക്കം മാറ്റാനായി പുറപ്പെട്ടിട്ട് അതിലും വലിയ പിണക്കത്തോടെ തിരിച്ച് വീട്ടിലേക്ക് നടക്കുന്നവളെ നോക്കി അവൻ ഒന്നും മിണ്ടാതെ നടന്നു. യാമി നേരെ അടുക്കളവാതിൽക്കന്നെ അരികിൽ പോയി നിന്നതും ശിവ അവളെ നോക്കിക്കൊണ്ട് മെല്ലെ ബാൽക്കണിയുടെ നേർക്ക് നടന്നു. സൺസൈഡ് വാർപ്പിൽ തൂങ്ങി 1-2 കാൽവെപ്പുകൾ കൊണ്ട് തന്നെ അവൻ ബാൽക്കണിയിലേക്ക് നടന്നു. സമയം രാത്രി 2:30 മണി കഴിഞ്ഞതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. ആദ്യം ചെന്ന് റൂമിൻ്റെ ഡോർ തുറന്നുകൊണ്ട് അവൻ മെല്ലെ അടുക്കളയിലേക്ക് ഇറങ്ങി ചെന്ന് യാമിക്ക് വാതിൽ തുറന്നു കൊടുത്തു. കരഞ്ഞു കലങ്ങിയ കണ്ണും മുഖവും അപ്പോഴാണ് അവൻ ശരിക്കൊന്ന് കാണുന്നത്. ദേഷ്യം മാറാതെ അകത്തേക്ക് കയറാൻ നിന്നവളെ അവൻ ഒരു കൈ കൊണ്ട് ചുറ്റിപ്പിടിച്ച് ഉയർത്തിക്കൊണ്ട് ഡോർ ലോക്ക് ചെയ്ത് മുന്നോട്ട് നടന്നു. ശബ്ദമുണ്ടാക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ യാമി അവളെ കൊണ്ടാവും പോലെ അവനെ തല്ലിയും നുള്ളിയും കടിച്ചൊക്കെ എതിർപ്പ് പ്രകടിപ്പിച്ചു കൊണ്ടിരുന്നു. ശിവയെ അതൊന്നും വകവയ്ക്കാതെ അവളെ ബെഡിൽ കൊണ്ടുപോയി കിടത്തി. യാമി ദേഷ്യത്തോടെ അവനെ നോക്കി. എന്തെങ്കിലും സംസാരിച്ചാൽ വഴക്ക് ഇനിയും കൂടുമെന്ന് കണ്ടതും ശിവ ചെന്ന് ഡോർ ലോക്ക് ചെയ്ത് ഒന്നും മിണ്ടാതെ ലൈറ്റ് ഓഫ് ചെയ്ത് ബെഡിൽ കിടന്നു. യാമിയുടെ നേർത്ത് തേങ്ങലടങ്ങി അവൾ ഉറങ്ങിയെന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ് ശിവ കണ്ണുകൾ അടച്ചത്. ദേഹമാകെ നുള്ളിയും മാതിയും കടിച്ചും വെച്ചത് കൊണ്ട് തന്നെ എവിടേക്കോ ചെറിയ പുകച്ചിലുണ്ടെങ്കിലും അരികെ കിടക്കുന്നവളെ നോക്കി അവൻ്റെ ചുണ്ടിൽ കുഞ്ഞൊരു പുഞ്ചിരി വിരിഞ്ഞു. ആ പുഞ്ചിരിയോടെ തന്നെ അവനും ഒരു മയക്കത്തിലേക്ക് വീണു. രാവിലെ സച്ചുവും കുഞ്ഞോളും വീട്ടിലേക്ക് പുറപ്പെടാൻ നിൽക്കുമ്പോഴാണ് സച്ചു യാമിയോട് ശിവയെ വിളിക്കാൻ പറഞ്ഞത്. ഇന്നലത്തെ പിണക്കം മാറാത്തത് കൊണ്ട് തന്നെ യാമി വീർത്തൊരു മുഖത്തോടെ അവനെ വിളിക്കാനായി റൂമിലേക്ക് ചെന്നു. ശിവ അപ്പോൾ കുളി കഴിഞ്ഞിറങ്ങുകയായിരുന്നു. ഷർട്ടിടാതെ അവൻ്റെ ദേഹം ഇപ്പോഴാണ് യാമി ശ്രദ്ധിക്കുന്നത്. വെളുത്ത ദേഹത്തെ എടുത്തു കാണുന്ന ഓരോ പാടും തൻ്റെ വകയാണെന്നോർക്കെ അവൾക്ക് വല്ലാത്തൊരു വിഷമം തോന്നി. അവർ പോയോടി മാമി? ശിവ ഒരു ഷർട്ട് എടുത്തിട്ടുകൊണ്ട് യാമിയെ നോക്കി ചോദിച്ചു. നിന്നെ വിളിക്കുന്നുണ്ട് സച്ചുവേട്ടൻ. യാമി മെല്ലെ മറുപടി പറഞ്ഞതും ശിവ അവളെ കടന്ന് റൂമിലേക്ക് പുറത്തേക്ക് നടന്നു. നീ വന്നോ? കുഞ്ഞോളുടെ റൂമിൽ നിന്നും ഇറങ്ങുകയായിരുന്നു സച്ചു ശിവയെ കണ്ടതും അവൻ്റെ അടുത്തേക്ക് വന്നു. എന്തേ? സച്ചു ഒരു സംശയത്തോടെ അവനെ നോക്കി. ഒന്നുമില്ലടാ, ഞങ്ങൾ ഇന്ന് പോകുന്ന കാര്യം പറഞ്ഞില്ലേ, 11 മണിക്ക് ഇറങ്ങും. നീ അതിന് മുന്നേ ഒന്ന് വീട്ടിലേക്കോ തേക്കിൻകാട്ടിലേക്കോ വാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. സച്ചു ഒത്തിരി കാര്യമായി ശിവയെ നോക്കി പറഞ്ഞു. എന്താ കാര്യം? നീ പറഞ്ഞോ. ശിവ അലസമായി അവനെ നോക്കി പറഞ്ഞുകൊണ്ടൊരു അടുത്തേക്ക് വന്ന കുഞ്ഞോളെ ഒന്ന് ചേർത്ത് പിടിച്ചു. ഇല്ല, ഇവിടുന്ന് ശരിയാവില്ല, നീ വാ, ഞാൻ പറയാം. സച്ചു ഗൗരവം വിടാതെ പറഞ്ഞുകൊണ്ട് പടികൾക്ക് നേരെ നടന്നതും കണ്ടു റൂമിൻ്റെ വാതിൽക്കൽ ചിരിയോടെ നിൽക്കുന്ന യാമിയെ. പോയിട്ട് വരാം, സച്ചു അവളെ നോക്കി ചിരിയോടെ പറഞ്ഞു. യാമി മെല്ലെയൊന്നും മൂളി. കുഞ്ഞോളും അവന് പിന്നാലെ അവളോട് യാത്ര ചോദിച്ചിറങ്ങിയതും ശിവയും യാമിയും അവർക്ക് പിന്നാലെ ചെന്നു. താഴെ എല്ലാവരോടും യാത്ര പറഞ്ഞവരിറങ്ങിയതും സച്ചു പറഞ്ഞതനുസരിച്ച് ശിവ അടുക്കള വൈത്തേക്കിൻ കാട്ടിലേക്ക് ഇറങ്ങി. പാടത്തിനടുത്തുള്ള ഏറുമാടത്തിൽ കയറിയിരുന്ന് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതും സച്ചു അവൻ്റെ അടുത്തേക്ക് വന്നു. എന്താടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സച്ചുവിൻ്റെ മുഖത്തെ സീരിയസ്നെസ് കാണി ശിവ സംശയത്തോടെ ചോദിച്ചു. ഇല്ല, സച്ചു അവനെ നോക്കി പറഞ്ഞുകൊണ്ട് അരികിൽ തരുകി വെച്ച് ആ പേപ്പർ എടുത്ത് ശിവയ്ക്ക് നേരെ നീട്ടി. ഇതെന്താ? ശിവ സംശയത്തോടെ ചോദിച്ചു. മ്യൂച്വൽ ഡിവോഴ്സിനുള്ള ആപ്ലിക്കേഷനാണ്. നീയും യാമിയും സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നേരെ ദിനേശിൻ്റെ കയ്യിൽ കൊണ്ട് കൊടുത്താൽ മതി. കാര്യങ്ങളൊക്കെ ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്. പേപ്പർ വാങ്ങാനായി കൈനീട്ടിയ ശിവയുടെ കൈകൾ മെല്ലെ താഴ്ന്നു പോയി. ഡിവോഴ്സ് പേപ്പറോ? നെഞ്ചിങ്ങനെ വല്ലാതെ കിടന്ന് പിടഞ്ഞു തുടങ്ങിയതും ശിവ ചെറിയൊരു പരിഭ്രമത്തോടെ അവനെ നോക്കി ചോദിച്ചു. അത് തന്നെ. രണ്ടാൾക്ക് എതിർപ്പും വേറെ പ്രത്യേകിച്ച് കണ്ടീഷൻസ് ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മുന്നോട്ട് നീങ്ങും. ഡിവോഴ്സ് കിട്ടുന്നതോടുകൂടി യാമിയുടെ പേരിലുള്ള സ്വത്തിൽ നിനക്കുള്ള അവകാശവും ഇല്ലാണ്ടാവും. പിന്നെ ആ ജയപാലിൻ്റെ അനിയൻ എണീച്ചു എന്നല്ല നീ പറഞ്ഞത്. അതുകൊണ്ട് യാമി അവളുടെ ഇഷ്ടം US പോകുന്നതായിരിക്കും അവൾക്ക് നല്ലത്. സച്ചു കാര്യഗൗരവത്തോടെ പറഞ്ഞതും ശിവ വല്ലാത്തൊരു അസ്വസ്ഥതയോടെ അവനെ നോക്കാതെ തിരിഞ്ഞു നിന്നു. അല്ല, അതിന് 6 മാസം ആയില്ലല്ലോ, പിന്നെ എങ്ങനെ? പെട്ടെന്ന് ഓർമ്മ വന്നതുപോലെ ശിവ സച്ചുവിന് നേർക്ക് തിരിഞ്ഞു. 5 മാസം ആയില്ലേ, ഇതൊക്കെ മതി. പിന്നെ ഇനിയും ഇതിങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. അത് യാമി കൂടുതൽ വിഷമിപ്പിക്കത്തേ ഉള്ളൂ. സച്ചിൻ്റെ നോട്ടവും ഭാവവും അത്രയും ഗൗരവത്തിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവൻ ഈ പറയുന്നതൊക്കെ കാര്യമായി തന്നെയാണെന്ന് ശിവയ്ക്ക് ഉറപ്പായി. അവൾക്ക് എന്ത് വിഷമം? ശിവമുണ്ടെന്ന് മടക്കി കുത്തി ആഞ്ഞൊരു ശ്വാസം അയച്ചുകൊണ്ട് തന്നെ പെരുമാറ്റത്തിൽ സ്വാഭാവികത വരുത്താൻ പാടുപെട്ടു. പിന്നെ അവൾക്കും വിഷമമില്ലാതെ? നീ പറയുന്നത് പോലെയല്ല. അച്ഛനോടുള്ള ദേഷ്യം നീ എത്രയൊക്കെ അവളോട് കാണിച്ചിട്ടും വെറുപ്പിച്ചിട്ടും ദ്രോഹിച്ചിട്ടും നീ കെട്ടിയ താലിയോടുള്ള സ്നേഹം അവളുടെ മനസ്സിലുണ്ട്. ഞാൻ പറഞ്ഞില്ലേ അവൾക്ക് നിന്നെ ഇഷ്ടമാണെന്ന്. സച്ചു ചോദ്യത്തോടെ ശിവയെ നോക്കി.
അവൾ ഇഷ്ടപ്പെട്ടോട്ടെ, അതിന് നിനക്കെന്താ? അല്ല, ഞാൻ അവളെ വെറുപ്പിക്കുന്നുണ്ട്. അച്ഛനോടുള്ള ദേഷ്യം അവളോട് പ്രകടിപ്പിക്കുന്നുമുണ്ട്. അതൊക്കെ നീ ഇപ്പോൾ പറഞ്ഞ പോലെ ദ്രോഹിച്ചത് എപ്പോഴാ? ശിവം മുറുകിയ മുഖത്തോടെ സച്ചുവിനെ നോക്കി ചോദിച്ചു. ഓ, അത് ഞാൻ ആ ഫ്ലോയിലങ്ങ് പറഞ്ഞതാ. ദേഹോപദ്രവമൊന്നും നീ ചെയ്തില്ല, പോരെ? സച്ചുവിന് നിശ്വാസത്തോടെ അവനെ നോക്കി. ആ, അങ്ങനെ പറ. അല്ലാതെ ഞാൻ ചെയ്യാത്ത കുറ്റം എൻ്റെ മേലെ ആരോപിക്കരുത്. ശിവയുടെ മുഖം വല്ലാതെ മുറുകി. ഡാ പുല്ലേ, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. ഒരാളെ ദ്രോഹിക്കാൻ അയാളെ തല്ലിക്കൊല്ലണമെന്നൊന്നുമില്ല. നിന്റെ ചില നേരത്തെ കണ്ണൽ ചോരയില്ലാത്ത സംസാരം തന്നെ ദ്രോഹമാണ്. നീ കാരണം അവൾ ഇതുവരെ കരഞ്ഞിട്ടില്ലെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയോ നിനക്ക്? സച്ചു അവൻ്റെ തോളിൽ കൈവച്ച് ചോദിച്ചതും ശിവം മറുപടി പറയാതെ മറ്റെങ്ങോ നോക്കി. 6 മാസം സമയമുണ്ടായിട്ടും ഇതിപ്പോൾ തന്നെ ഞാൻ റെഡിയാക്കാൻ കാരണവും അതാണ്. നിന്റെ ദേഷ്യവും വാശിയും ഒക്കെ നിന്റെ അച്ഛനോടാണെന്ന് നിന്നെയും നിന്റെ പ്രശ്നങ്ങളെയും അറിയുന്ന ആൾക്കു തന്നെ മനസ്സിലാവും. യാമിക്ക് ഇതൊന്നും അറിയില്ല. നീ കെട്ടിക്കൊടുത്ത ആ താലിയുടെ പേരിൽ നിന്റെ അച്ഛൻ അവളെ ആ വയറ്റിലെ മരുമകളാക്കിയെങ്കിലും നീ അവളെ ഇന്നുവരെ ഒരു ഭാര്യയായി കണ്ടിട്ടില്ല. പകരം നിന്നെ കൊണ്ടാവും പോലെ അവളെ വിഷമിപ്പിച്ചിട്ടുമുണ്ട്. ഈ ബന്ധം മുന്നോട്ട് പോകില്ലെങ്കിൽ അവളെ അവളുടെ വഴിക്ക് വിട്ടേകടാ. എവിടെയെങ്കിലും പോയി സന്തോഷത്തോടെ ജീവിക്കട്ടെ. നീ കാരണം ആ പെണ്ണ് കരയേണ്ടി വരുന്ന ഓരോ നിമിഷവും എൻ്റെ നെഞ്ച് പിടയുന്നത്. ഞാനന്ന് അങ്ങനെ ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഇതിങ്ങനെയൊന്നും ആവില്ലായിരുന്നു. ആ കണ്ണീരിൻ്റെ ശാപം നിന്റെ തലയിൽ വീണ എനിക്കത് സഹിക്കില്ലടാ. അവൾ പൊക്കോട്ടെ. നിറഞ്ഞ മിഴികളോടെ ശിവയുടെ തോളിൽ കൈവച്ചിടേറിയ സ്വരത്തിൽ സച്ചു പറയെ ശിവയുടെ കണ്ണുകളും കലങ്ങി. രണ്ടാളും സൈൻ ചെയ്തിട്ട് പേപ്പർ ദിനേശിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ മതി. ബാക്കിയൊക്കെ അവൻ നോക്കിക്കോളും. സച്ചു മെല്ലെ പറഞ്ഞു നിർത്തി. ശിവ മറ്റെങ്ങോ നോട്ടമുറപ്പിച്ച് മെല്ലെയൊന്ന് മൂളി. യാമിയോട് ഈ കാര്യം പറയാനുള്ള ഒരു ചങ്കുറപ്പ് എനിക്ക് വന്നില്ല. നിനക്ക് പിന്നെ അതൊന്നും ഒരു പ്രശ്നമല്ലല്ലോ. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ നീ തന്നെ പറഞ്ഞാൽ മതി. പിന്നെ ഇത്തിരി മയത്തിൽ വേണം സംസാരിക്കാൻ. ഉറ്റോരും മുടേരും ഇല്ലാത്തൊരു പെണ്ണാ അത്. അതോർത്തിട്ട് കാര്യം അവതരിപ്പിക്ക്. ഇന്ന് തന്നെ സൈൻ ചെയ്യണം എന്നൊന്നും വാശി കാണിക്കണ്ട. 1-2 ദിവസത്തിനുള്ളിൽ മതി. ഞാൻ പോട്ടെ, അതോ നീ വീട്ടിലേക്ക് വരുന്നുണ്ടോ? ഡിവോഴ്സ് പേപ്പർ ശിവയുടെ കയ്യിൽ പിടിപ്പിച്ചുകൊണ്ട് സച്ചു ചോദിച്ചതും ശിവ സച്ചുവിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. അവളുടെ റെഡിയായി നിൽക്കുക. ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു വന്നതാ ഞാൻ. ശിവയുടെ നോട്ടം കാണാൻ സച്ചു മെല്ലെ ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നടക്ക്, ഞാനും വരാം. ആ പേപ്പർ വെച്ച് കയ്യിലൊന്ന് തല്ലിക്കൊണ്ടവൻ പറഞ്ഞതും സച്ചു മുന്നിൽ നടന്നു. അവന് പിന്നാലെ തന്നെ ശിവയും. തൻ്റെ കയ്യിലിരുന്ന ആ പേപ്പർ ചുരുട്ടിക്കൂട്ടി ദൂരേക്ക് കളയാൻ മനസ്സ് തിടുക്കം കൂട്ടുമ്പോഴും അവനത് അലസമായി കയ്യിൽ പിടിച്ചുകൊണ്ട് സച്ചുവിന് പിന്നാലെ നടന്നു. ഓരോ കാലടിയും മുന്നോട്ട് വയ്ക്കുന്നുണ്ടെങ്കിലും താൻ എങ്ങോട്ട് പോകുന്നു, എന്തിനു പോകുന്നു എന്ന് പോലും മറന്നുകൊണ്ട് അവൻ്റെ ഹൃദയത്തിൽ ഒരുവളുടെ മുഖം മാത്രമായി നിറഞ്ഞു നിന്നു. എന്തെന്നില്ലാത്തൊരു വീർപ്പുമുട്ടൽ തൻ്റെ ഉള്ളിൽ ഈ വെറും ദേഷ്യമൊക്കെ നിറയാൻ കാരണമാക്കിയവരോടൊക്കെ അടക്കാനാകാത്ത ദേഷ്യം തോന്നുന്നു. ആ ദേഷ്യം ഇനി എങ്ങനെയൊക്കെ പ്രകടിപ്പിക്കണമെന്ന് അറിയാത്തൊരു വെറിയിൽ നെഞ്ച് പിടഞ്ഞു മുറുകുന്നു. എല്ലാവരും ഉണ്ടല്ലോ. വീട്ടിലേക്കുള്ള ഇറക്കം ഇറങ്ങി സച്ചി ശബ്ദമടക്കി ചോദിക്കുന്നത് കേട്ടപ്പോഴാണ് ശിവ അസ്വസ്ഥതയോടെ മുഖം ഉയർത്തി നേരെ നോക്കുന്നത്. അവിടെ സച്ചുവിൻ്റെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന അബിയെയും അനിയെയും അജുനെയും ഒക്കെ കണ്ടാണ് സച്ചു അത് പറഞ്ഞത്. ഈ നേരത്ത് നിങ്ങൾ രണ്ടാളും ഇതെവിടെ പോയി നിൽക്കുകയായിരുന്നടാ? സച്ചുവിൻ്റെ അച്ഛൻ ശിവയും സച്ചുവിനെ നോക്കി ചോദ്യയോടെ ചോദിച്ചു. ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു വെച്ചാ, നിങ്ങളെപ്പോൾ വന്നു? സച്ചു അച്ഛനോട് പറഞ്ഞുകൊണ്ടൊരു മര്യാദയുടെ ഭാഗമായി അനിയുടെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു. ഞങ്ങളിപ്പോൾ വന്നതേയുള്ളൂ. അനി ഒരു ചിരിയോടെ സച്ചുവിന് പറയെ സച്ചുവിൻ്റെ കണ്ണുകൾ പോകാൻ ഒരുങ്ങി നിൽക്കുന്ന കുഞ്ഞോളുടെ നേർക്കായി. സമയമായില്ലേടാ, ഇനി മതി നിന്നത്. മോളെ വിളിച്ചിറങ്ങി നോക്ക്. അവിടെ എത്തിയാലുടനെ വിളിക്കണേ. സച്ചുവിൻ്റെ അമ്മ കോലായിൽ നിന്നും മുറ്റത്തേക്ക് ഇറങ്ങിക്കൊണ്ട് പറഞ്ഞു. എന്നാ ഇറങ്ങിയാലോ? സച്ചു കുഞ്ഞോളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിക്കെ കുഞ്ഞോളൊരു ചിരിയോടെ അവനെ നോക്കി. ഞാൻ പറഞ്ഞതൊന്നും മറക്കല്ലേ കേട്ടോ രണ്ടാളും. അതൊന്നും ഇല്ലാതെ ഇങ്ങ് വന്ന വീട്ടിൽ കയറ്റില്ല ഞാൻ. പാറു തിന്നയിലിരുന്നൊരു ചെടിയോടെ വിളിച്ചു പറയെ അവിടെ നോട്ടം അവളുടെ നേർക്കായി. ഓ പിന്നെ, നിനക്ക് കണ്ടതൊക്കെ വാങ്ങിക്കാനല്ലേ അവർ ഈ പോണേ. ഇന്ന് ചിണുങ്ങാതെ എന്നിട്ട് കോളേജിൽ പോകാൻ നോക്കടി. പാറു പറയേണ്ട താമസം അവളുടെ അമ്മ കയ്യിൽ നല്ലൊരു നുള്ളു കൊടുത്തുകൊണ്ട് പറഞ്ഞതും അബിയുടെ ചുണ്ടിൽ ഒരു ചിരി തെളിഞ്ഞു. അമ്മയെ നോക്കി മുഖം ചുളുക്കി കൈയൊന്ന് കൊണ്ട് തിരിഞ്ഞതും ആ ചിരി പാറു വ്യക്തമായി കണ്ടു. എന്താടോ? അവൾ മറ്റാരും കാണാതെ അവനെ നോക്കി കെറുവടെ ചുണ്ടനക്കി ചോദിക്കി. ഈ പ്രായത്തിലും അമ്മയുടെ കയ്യിൽ നിന്ന് തല്ലും വാങ്ങി നിൽക്കാൻ നാണമില്ലല്ലോ എന്നൊരു ആംഗ്യത്തോടെ അവൻ അവളെ കളിയാക്കി. പോടോ, പാറു അവനെ നോക്കി കലിയോടെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. എന്നാൽ എല്ലാവരോടും ഞങ്ങൾ പോയിട്ട് വരാം, വാ കയറ്. അൻവിക്ക് കയറാനായി കാറിൻ്റെ ഡോർ തുറന്നു കൊടുത്തുകൊണ്ട് സച്ചു അവിടെ ഉള്ളവരോടൊക്കെയായി യാത്ര പറഞ്ഞു. ശിവ, ഡാ പോയിട്ട് വരാം. ഒന്നും മിണ്ടാതെ നിൽക്കുന്ന ശിവയെ കണ്ടതും സച്ചു അവനെ നോക്കി പ്രത്യേകം പറഞ്ഞു. ആ ശരി, എത്തിയാ വിളിക്ക്. കണ്ണിയുണ്ടായിരുന്ന പേപ്പറോടെ തന്നെ സച്ചുവിനെ നോക്കി കൈ ഉയർത്തി പറയെ അജുവിൻ്റെ കണ്ണുകൾ ഉടക്കിയത് ശിവയുടെ കയ്യിലെ ആ പേപ്പറിലായിരുന്നു.
അതെന്താണെന്ന് അറിയാനായി അവൻ്റെ കണ്ണുകൾ വ്യഗ്രതയോടെ ആ പേപ്പറിലേക്ക് തന്നെ ഉറ്റുനോക്കി. പേപ്പർ മടക്കി പിടിച്ചതുകൊണ്ട് തന്നെ ഒന്നും വ്യക്തമാവുന്നില്ല. പക്ഷേ കണ്ണിലുടക്കിയ 3-4 അക്ഷരങ്ങൾ കൂട്ടിച്ചേർക്കുമ്പോൾ എവിടേക്കെയോ എന്തൊക്കെയോ സംശയങ്ങൾ. സച്ചുൻ്റെ കാർ മുന്നോട്ട് നീങ്ങിയതും അനിയും ശിവയും എല്ലാം വീട്ടിലേക്കുള്ള വഴി നടന്നു. ഡാ വാടാ. ശിവയുടെ കയ്യിലെ പേപ്പർ അതെന്താണെന്ന് ആലോചിച്ച് നിന്ന് അജുവിൻ്റെ തോളിൽ തട്ടി അഭി മുന്നോട്ട് നടന്നതും അജുവും അവന് പിന്നാലെ നടന്നു. പിന്നെ ഒരല്പം വേഗതയിൽ ചെന്ന് ശിവയുടെ തൊട്ടു പിന്നിലായി അവൻ്റെ നടത്തം. കണ്ണുകൾ ആ പേപ്പറിലേക്ക് തന്നെയാണ്. താൻ മനസ്സിൽ കരുതിയത് തന്നെയാണ് അതെങ്കിൽ അവനൊരു വിജയച്ചിരിയോടെ ഓർത്തു. അടുക്കള വഴി അകത്തേക്ക് കയറി ശിവയ്ക്ക് പിന്നാലെ പതിവില്ലാതെ ബാക്കി 3 പേര് കൂടെ വന്നതും സരസ്വതിയമ്മ തെല്ലൊരു അതിശയത്തോടെ നോക്കി നിന്നു. അവർ പോയോ അനിയേട്ടാ? സുഭദ്രാമ്മയ്ക്കൊപ്പം ഹാളിൽ ഇരിക്കുകയായിരുന്ന തനു അനിയെ കണ്ടതും അവനോട് അടുത്തേക്ക് ചെന്നുകൊണ്ട് ചോദിച്ചു. പോയി. നീ എൻ്റെ ഷർട്ട് എടുത്തേ. ഇപ്പോൾ തന്നെ ലേറ്റായി. ഓഫീസിലേക്ക് പോകാൻ ലേറ്റായത് പറഞ്ഞുകൊണ്ട് അനി നേരെ റൂമിലേക്ക് കടന്നു. അഭിയും റെഡിയാവാനായി റൂമിലേക്ക് കയറി. അജു നോക്കി നിന്നത് മുകളിലെ റൂമിലേക്ക് പടികൾ കയറുന്ന ശിവയായിരുന്നു. ശിവ വന്നോ അമ്മ? സുഭദ്രാമ്മയുടെ ഗാർഡനിൽ ചെടി നനയ്ക്കുകയായിരുന്ന യാമി അടുക്കളയിലേക്ക് വന്നതും സരസ്വതിയമ്മയോട് ചോദിച്ചു. ആ വന്നു മോളെ. എല്ലാവരും ഓഫീസിൽ പോകാൻ റെഡിയായിക്കൊണ്ടിരിക്കുക. സുഭദ്രാമ്മയുടെ മറുപടി വന്നതും യാമി അവരെ നോക്കി മെല്ലെ ഒന്ന് ചിരിച്ചുകൊണ്ട് റൂമിലേക്ക് നടന്നു. സച്ചു തന്ന ഡിവോഴ്സ് പേപ്പറിനുള്ള പേപ്പർ യാമി കാണാത്ത വിധം കബോർഡിനുള്ളിൽ ഒളിപ്പിച്ചു വെക്കുകയായിരുന്നു ശിവ. യാമി പെട്ടെന്ന് ഡോർ തുറന്നതും മുഖത്തെ പരിഭ്രമം മറച്ചുകൊണ്ടവൻ കബോർഡ് അടച്ച് യാമിയെ തിരഞ്ഞു നോക്കി. ഇന്നലത്തെ കേസിൽ പിണങ്ങി നടക്കുകയാണ് അവളെന്ന് അവനറിയാം. മുഖം ഇപ്പോഴും ആ പിണക്കത്തിൻ്റെ ഗൗരവത്തിൽ തന്നെയാണ്. നിന്റെ പിണക്ക് ഇതുവരെ മാറിയില്ലേടി മാമി? അവനൊരു ചിരിയോടെ അവളെ നോക്കി ചോദിച്ചെങ്കിലും ഉള്ളാകെ വല്ലാത്തൊരു പുകച്ചിലായിരുന്നു. ഡിവോഴ്സ് എന്നപ്പോൾ എപ്പോഴും അവളെ നോക്കി പറയുമെങ്കിലും ഇന്ന് സച്ചു ആ പേപ്പർ കയ്യിൽ തന്നപ്പോൾ മുതൽ തൻ്റെ സ്വന്തമായവളെ കൈവിട്ടു പോകുമെന്നൊരു പിടപ്പാണ് നെഞ്ചിൽ. നീ ഇന്ന് ഓഫീസിൽ പോകുന്നില്ലേ? യാമി തെല്ല് ഗൗരവത്തോടെ അവനോട് ചോദിച്ചു. പോണം. അല്ല, നീ പോണ്ടെന്ന് പറഞ്ഞാൽ പോകണമെന്നൊന്നും നിർബന്ധമൊന്നും എനിക്കില്ല. എന്തേ പോണ്ടേ? ശിവയൊരു ചിരിയോടെ അവളുടെ ചുണ്ടിലൊന്ന് തൊലയോടനായി കൈനീട്ടിക്കൊണ്ട് പറഞ്ഞു. യാമി മുഖത്തെ ഗൗരവം ഒട്ടും കുറയ്ക്കാതെ അവൻ്റെ കൈ തട്ടി മാറ്റി സാരി ടേബിളിനടുത്തേക്ക് ചെന്ന് മേശവലിപ്പിൽ നിന്നും ഒരു ഓയിൽമെൻ്റ് എടുത്തു. നീ ഇങ്ങനെ പിണങ്ങി മിണ്ടാതെ നിൽക്കാതെ എൻ്റെ ഭാര്യ. ഇനിയിപ്പോൾ ഇന്നലെ ആ തന്നത് ഇഷ്ടമായില്ലേ, ഇങ്ങോട്ട് തിരിച്ചു തന്നേക്ക്, ഞാൻ വാങ്ങിച്ചോളാം. കബോർഡ് തുറന്ന് ഓഫീസിലേക്കുള്ള ഡ്രസ്സ് എടുത്തു കൊണ്ടവനൊരു താളത്തിൽ പറഞ്ഞുകൊണ്ട് യാമി ഒളിങ്ങാനാലൊന്ന് തിരിഞ്ഞു നോക്കി. അവിടുന്ന് കണ്ണ് കൂർപ്പിച്ചൊരു നോട്ടമാണെന്ന് കണ്ടതും ആ നോട്ടം വേഗം മാറ്റുകയും ചെയ്തു. ഇങ്ങോട്ട് വന്നേ. യാമി ഓയിൽമെൻറ്റുമായി വന്ന് ഗൗരവത്തോടെ അവനോട് ആവശ്യപ്പെട്ടു. ശിവയെ അവളെ സംശയത്തോടെ നോക്കി. എന്നെ നോക്കി നിൽക്കാതെ ഇങ്ങോട്ട് നീങ്ങി നിൽക്ക്. യാമി സ്വരം ഇത്തിരി കടുപ്പിച്ചു. തന്നത് തിരികെ തരാൻ പോവാണോ എൻ്റെ മോള്? ശിവ ഒരു ചിരിയോടെ അവളെ നോക്കി ചോദിക്കുന്നതിനൊപ്പം അവളുടെ അടുത്തേക്ക് ചെന്നു. മിണ്ടാതെ അവിടെ ഇരുന്നോ, ഇല്ലേ എൻ്റെ കയ്യിൽ നിനക്ക് ഇനിയും കിട്ടും. പറഞ്ഞില്ലെന്ന് വേണ്ട. ആ ഷർട്ടയക്ക്. മുന്നിൽ കുറുമ്പോടെ നിൽക്കുന്നവൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസ് ഓരോന്നായി അഴിച്ചു അവൾ ഒരു വിരട്ടലോടെ പറഞ്ഞു. അവൾ എന്താ ഈ ചെയ്യാൻ പോകുന്നതെന്നൊരു സംശയത്തോടെ ശിവ അവളെ കുഞ്ഞൊരു കൗതുകത്തിൽ നോക്കി നിന്നു പോയി. യാമി അവൻ്റെ ഷർട്ട് അയച്ച് നേരെ ബെഡിലേക്ക് ഇട്ടുകൊണ്ട് കയ്യിലുള്ള ഓയിൽമെൻ്റ് വിരൽ തുമ്പിലെടുത്ത് മെല്ലെ അവൻ്റെ നെഞ്ചിലെ മുറിവിൽ തൊട്ടു. ഓ, അപ്പോൾ ഇന്നലെ രാത്രി മാന്തി പറിച്ചിരത്തതൊക്കെ മരുന്ന് പുരട്ടാനുള്ള പ്ലാനാണല്ലേ? അവൾ എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലായതും അത്രമേൽ ആർദ്രമായൊരു ചിരിയോടെ അവളുടെ കവളത്തേക്ക് കൈ നീട്ടി. അടങ്ങിയിരിക്കുക. നിൻ്റെ കയ്യിലിരിപ്പ് ശരിയല്ലാഞ്ഞിട്ട് ഇതൊക്കെ കിട്ടിയത്. ഇനിയും നന്നാവാനുള്ള ഉദ്ദേശമില്ലെങ്കിൽ കുത്തി കുടമാല പുറത്തെടുക്കും ഞാൻ. യാമി ചൊടിയോടെയാണ് പറയുന്നതെങ്കിലും ഷർട്ടയച്ച് തനിക്ക് മുന്നിൽ അടങ്ങി നിന്ന് തരുന്നവനെ മുഖമുയർത്തി നോക്കാനുള്ളൊരു മനസ്സുറപ്പ് അവൾക്ക് കിട്ടിയില്ല. അങ്ങനെ ഞാൻ ചത്തുപോയാൽ നീ വിധവയായി. തന്നെ നോക്കാതെ നെഞ്ചിലും കയ്യിലും തോളിലുമൊക്കെ മുറിവ് പുരട്ടി തരുന്നവളെ നോക്കി കളിയായവൻ പറഞ്ഞു വന്നതും യാമി വല്ലാത്തൊരു പിടപ്പോടെ അവൻ്റെ ചുണ്ടിന്മേൽ കൈവച്ച് തടഞ്ഞത്.